വചനം ശുശ്രൂഷിപ്പാനായിട്ട് കർത്താവിന്റെ ദാസനെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതും അദ്ദേഹത്തെ എനിക്ക് പരിചയമില്ലാത്ത ആളാണ്. കർത്താവിന്റെ ദാസൻ പ്രിയ സാജീവ് ബ്രദറാണ് എനിക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുത്തി തന്നത്. പ്രിയ അനി ബേബി വാഗമണ്ണ് ഈ കാലഘട്ടങ്ങളിൽ കർത്താവ് ശക്തമായി ഉപയോഗിക്കുന്ന ഒരു കർത്തൃദാസനാണെന്ന് അറിഞ്ഞു. ഇന്ന് നമ്മുടെ നടുവിലാണ് ശുശ്രൂഷയ്ക്കായി കടന്നു വന്നത്. നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം കർത്താവിന്റെ ദാസന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. സ്തോത്രം. ജോയിൻ ചെയ്തിട്ടുണ്ട്. തക്ക സമയത്ത് അതിനുള്ള അവസരങ്ങളെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ തമിഴ്നാട്ടില് കർത്താവിന് വേറെയുള്ള ബന്ധത്തിലായിരുന്നു എന്ന് പറഞ്ഞു. നമ്മുടെ നടുവിലേക്ക് കർത്താവ് കൊണ്ടുവന്നു. ദൈവമാണല്ലോ ഇനി സംസാരിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് ആ ദൈവദാസനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്ത പ്രിയഭജനെയും കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായിട്ട് ശുശ്രൂഷയെ കർത്താവ് ഇന്ന് പകൽക്കാലം കർത്താവ് ഈ സന്ധ്യാവേളയിലും പകൽക്കാലം ഒക്കെ ആയിരിക്കുന്നില്ല. അമേരിക്കയിലുള്ള പ്രിയപ്പെട്ടവർക്ക് രാവിലെ ആയതേ ഉള്ളൂ. അവർ രാവിലെ എഴുന്നേറ്റ് അപ്പോൾ തന്നെ ഈ കൂട്ടായ്മയിലേക്ക് ജോയിൻ ചെയ്യുവാൻ ദൈവം സഹായിച്ചല്ലോ. സ്തോത്രം. എല്ലാവരുടെയും ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരുവാനായിട്ട് കർത്താവ് സഹായിക്കട്ടെ. ഒരു ഡിവൈസ് 1-2 വാചകങ്ങളിൽ കർത്താവിന്റെ ദാസന ശുശ്രൂഷയ്ക്കായിട്ട് ഒരു വാക്കൊന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ സന്ധ്യാസമയത്ത് ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ പ്ലാറ്റ്ഫോമിലായിരിക്കാൻ തക്കവണ്ണം ദൈവം നൽകി തന്ന വലിയ ഭാഗ്യ പദവിയെ ഓർത്ത് അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചവനും വഴി നടത്തുന്നവനുമായ ദൈവം ആരെ എന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങൾക്ക് ക്രിസ്തുവിൽ നൽകി തന്ന പരിജ്ഞാനത്തിനായി സ്തോത്രം ചെയ്യുന്നു. അനേക പ്രിയപ്പെട്ടവർക്ക് അത് ലഭിക്കാതെ ഇരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ മുൻനിർണയപ്രകാരം കണ്ടു, മക്കളാക്കി തീർത്തു. തിരുസന്നിധിയിൽ ഞങ്ങളെ പരിപാലിക്കുന്ന ദൈവ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ അനിശ്ചിതത്വം നിറഞ്ഞു നിൽക്കുമ്പോൾ, ഞെട്ടിക്കുന്ന സംഭവങ്ങളാൽ പരിഭ്രാന്തരായി ജനമായിരിക്കുമ്പോൾ, അതിന്റെ നടുവിൽ പ്രത്യാശയോടെ ക്രിസ്തുവിലുള്ള ഉറച്ച വിശ്വാസത്തോടെ ആയിരിക്കാൻ തക്കവണ്ണം ഇതിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ സന്ധ്യാസമയത്ത് കർത്താവ് ഇന്ത്യയിലായിരിക്കുന്ന ഞങ്ങൾക്ക് ഈ സന്ധ്യാസമയത്ത് ദൈവ വചനം കേൾപ്പാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങളുടെ മധ്യത്തിലേക്ക് അഭിഷേകത്താൽ നിറച്ച് അയച്ചിരിക്കുന്ന പാസ്റ്റർ അനി ബേബിയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസൻ തിരുവചനം പങ്കുവെക്കുമ്പോൾ ആത്മശക്തിയാൽ നിറയപ്പെടുവാൻ, അത് ഞങ്ങളിലേക്കൊക്കെ ആത്മശക്തിയാൽ ഞങ്ങളുടെ ഹൃദയങ്ങളിലൊക്കെ പതിയുവാനും അത് ക്രിയ ചെയ്യുവാനും ഇടയായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം അറേഞ്ച് ചെയ്യുകയും അനേക പ്രിയപ്പെട്ടവരെ ദൈവവചനം കേൾക്കുവാൻ തക്കവണ്ണം ഈ ക്രമീകരണം ചെയ്ത കർത്താവിന്റെ ദാസി ജോയ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കുടുംബത്തെ കർത്താവ് അനുഗ്രഹിച്ചാട്ട് കൊടുത്തിരിക്കുന്ന എല്ലാ നന്മകൾക്കായും ഹൃദയത്തിന്റെ വാഞ്ചയ്ക്കായും അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയെ വാഴ്ത്തുന്നു. ഞങ്ങളുടെ മധ്യത്തിൽ കർത്താവെ പ്രായമുള്ളവരുണ്ട്, രോഗികളുണ്ട്, നിരാശരായിട്ടുള്ളവരുണ്ട്, ഭീതി നിറഞ്ഞവരായിട്ടുള്ള അനേക പ്രിയപ്പെട്ടവരുണ്ട്. ഹൃദയങ്ങളെ അറിഞ്ഞ് ഇന്ന് ഈ സന്ധ്യാസമയത്ത് ദൈവവചനത്തിൽ കൂടെ ഇടപെടുകയും ആശ്വാസമായി തീരുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ലോകത്തിന്റെ വിവിധ ഇടങ്ങളില് സ്വന്തം ഭവനം വിട്ട് ദേശം വിട്ട് പ്രാണഭയത്തിൽ ഓടുന്ന അനേക പ്രിയപ്പെട്ടവരുടെ നടുവിലാണ് ഞങ്ങൾ ആയിരിക്കുന്നത്. ദൈവം ഞങ്ങളെ എത്ര അത്ഭുതകരമായി പരിപാലിക്കുന്നു. ആ നന്മകളെ ഓർത്ത് അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഒരിക്കൽ കൂടെ കർത്താവിന്റെ ദാസനെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പിതാവേ, അങ്ങിൽ മറഞ്ഞു നിന്നുകൊണ്ട് ദൈവവചനം അതിന്റെ ശക്തിയോടെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ടവനെ അഭിഷേകത്താൽ നിറയ്ക്കുമാറാകണമേ. പ്രാർത്ഥന കേട്ടതിനാല് സ്തോത്രം. രക്ഷകനാം യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. ആമേൻ. സ്തോത്രം. പ്രാർത്ഥിച്ച കർത്താവിന്റെ ദാസനെ ദൈവം ധാരാളമായിട്ട് സഹായിക്കട്ടെ. തുടർന്ന് ദൈവത്തിന് വചന കേൾവിക്കായിട്ട് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. അതിനായിട്ട് പാസ്റ്റർ അനി ബേബി വാഗമൺ ഞങ്ങൾ എല്ലാവരുടെയും തികഞ്ഞ സന്തോഷത്തോടും ആദരവോടും കൂടെ കർത്തൃദാസനെ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസൻ വോയിസ് ക്ലിയർ ആണോ? ക്ലിയർ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധമേറിയ നാമം ഇന്ന് രാത്രികാലവും വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി, തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ നടുവിൽ നിറഞ്ഞ ദൈവ സാന്നിധ്യത്തിന്റെ അകത്ത് നമുക്ക് ഒരുമിച്ച് ആയിരിക്കാൻ ദൈവം ഒരുക്കിയ വലിയ അവസരത്തെ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. വിശേഷാൽ ഈ മീറ്റിംഗ് കോർഡിനേറ്റ് ചെയ്യുന്ന ക്രിസ്തുവിലേറെ ബഹുമാനിക്കപ്പെട്ട കർത്താവിന്റെ ദാസി ജോയ്സ് ജേക്കബ്, കർത്താവിന്റെ ദാസിയുള്ള വന്ദനത്തെ പ്രാരംഭമായി അറിയിക്കട്ടെ. ദൈവം തരുന്ന നിയോഗത്തിനൊത്തവണ്ണം, ആത്മീയ കാഴ്ചപ്പാടൊത്തവണ്ണം അനേകരുടെ വിടുതലിന് വേണ്ടി കർത്താവിനാൽ അതിശക്തമായി ഉപയോഗിക്കപ്പെടുന്ന രാത്രി ഐശ്വര്യമായി നമ്മുടെ നടുവിൽ വർഷിപ്പ് ചെയ്ത് ഞാൻ ഏറെ ബഹുമാനിക്കുന്ന
സജു എബ്രഹാം, കർത്താവിന്റെ ദാസനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. 2-2.5 വർഷത്തോളമായി നല്ല സഹോദര തുല്യമാകുന്ന ഒരു ബന്ധം പരിശുദ്ധാത്മാവ് നൽകി തന്നു. രഗബോത്ത് ഇന്റർനാഷണൽ മിനിസ്ട്രിക്ക് അതിന്റെ പ്രാരംഭ മാസങ്ങളിൽ നടക്കുന്ന 7 days ഫാസ്റ്റിംഗ് പ്രയർ, അതിനൊക്കെയും കർത്താവിന്റെ ദാസൻ വലിയ അനുഗ്രഹമാണ്. ഇന്ന് രാത്രികാലം പ്രാർത്ഥനയിൽ സഹായിച്ച കർത്താവിന്റെ ദാസനെയും ദൈവം മാനിക്കട്ടെ. ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ, ദൈവജനം എല്ലാവർക്കും വീണ്ടും വരുന്നവനാകുന്ന യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ വന്ദനത്തെ ഞാൻ രേഖപ്പെടുത്തുന്നു. കർത്താവിൽ ഞാൻ ഏറെ ബഹുമാനിക്കുന്ന കർത്താവിൽ ബഹുമാന്യ ദൈവദാസൻ സാംബാസ് തന്റെ കുടുംബം ഇന്ന് രാത്രി ഈ മീറ്റിംഗിന്റെ അകത്ത് ഉണ്ട്. അപ്പോൾ തന്നെ ലിനി മോൺസി, ലിറ്റിൽ സുരേഷ് ആന്റി, സിജി ആന്റി, കെസിയ കെ ജോസ്, അജിത് കുമാർ സാറ്, ഇങ്ങനെ വിവിധമാകുന്ന മേഖലകൾക്ക് നടുവിൽ ഞങ്ങളോട് സഹകരിച്ച് നിൽക്കുന്ന ഒത്തിരി പ്രിയപ്പെട്ടവർ ഇന്ന് രാത്രികാലം ഈ മീറ്റിംഗിന്റെ അകത്തുണ്ടല്ലോ. ഫാത്തിമ, എല്ലാവർക്കുമായി കർത്താവിൽ വന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം തമിഴ്നാടിന്റെ മണ്ണിൽ മിഷൻ പ്രവർത്തനത്തിനായി കടന്നുപോയി. ഞങ്ങൾ ഒത്തിരി ലേറ്റ് ആയിട്ടാണ് കടന്നു വന്നത്. ശാരീരികമാകുന്ന അല്പമാകുന്ന ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ തന്നെയും ദൈവത്തിന്റെ ആത്മാവ് ബലപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്തു. ബാംഗ്ലൂരിന്റെ മണ്ണിലേക്ക് ശുശ്രൂഷകൾക്കായി കടന്നു പോകേണ്ടതാണ്. പക്ഷെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി തമിഴ്നാട് നമുക്ക് ചർച്ച ഉണ്ട്. മറ്റ് സ്റ്റേറ്റുകളിൽ കേരളത്തിന്റെ അകത്ത് വിവിധ സ്ഥലങ്ങളിൽ കർത്താവ് ഞങ്ങൾക്ക് സഭകളെ നൽകി തരുവാനായിട്ട് ഇടയായിത്തീരുന്നു. ഒന്നുമില്ലായ്മകൾക്കകത്തുനിന്ന് ശൂന്യതകൾക്കകത്തുനിന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ വണ്ണം ആമേൻ ആയിരുന്ന അനുഭവ തലത്തിന്മേൽ കൈവിടാത്ത ഒരു കർത്താവ്, തന്നിൽ ആശ്രയിക്കുന്നവരെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് വെളിപ്പെട്ടു. ശുശ്രൂഷകൾക്കകത്ത് ദൈവം ഞങ്ങളെ കരം പിടിച്ചു. ജീവിതത്തിന്റെ അകത്ത് ഒത്തിരി സാക്ഷ്യങ്ങൾ കൂടി പരിശുദ്ധാത്മാവ് വഴി നടത്തി. ഒരു രാത്രി എന്ത് ചെയ്യണമെന്നറിയാതെ ഞാനും എൻ്റെ വൈഫും അനുഗ്രഹിക്കപ്പെട്ട 2 കുഞ്ഞുങ്ങൾ, മൂത്ത കുഞ്ഞ് 6 വയസ്സ്, രണ്ടാമത്തെ കുഞ്ഞ് 2.5 വയസ്സ്, ഒരു വയസ്സ് മാത്രമുള്ള കുഞ്ഞുമായിട്ട് ഒരു രാത്രി നിലവിളിച്ചു. എന്താ കർത്താവേ, അടുത്ത പദ്ധതി മുന്നിലേക്ക് ഞങ്ങൾക്ക് വഴിയില്ല, എല്ലാ വഴികളും എല്ലാ വാതിലുകളും അടയപ്പെട്ട സ്ഥാനത്ത് കൈവിടാത്തവനാകുന്ന ഒരു കർത്താവ് കാലങ്ങൾ മാറി വന്നപ്പോൾ, വർഷങ്ങൾ മാറി വന്നപ്പോൾ ദൈവം ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ചർച്ചകളും ശുശ്രൂഷകളും ശുശ്രൂഷകന്മാരൊക്കെയും നൽകിത്തന്ന് കർത്താവ് ഞങ്ങളെ മാനിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഞാനൊരു കാര്യം പറയാം, ഒരിക്കലും ദൈവം കൈവിടത്തില്ല. സ്തോത്രം പറഞ്ഞാട്ടെ. ഒരിക്കലും ദൈവം കൈവിടത്തില്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. കോവിഡിന്റെ കാലഘട്ടത്തിലാണ് ഞങ്ങളെ കർത്താവ് അതിശക്തമായി കേരളത്തിന്റെ മണ്ണിൽ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഉപയോഗിച്ചൊരു കാലഘട്ടം, ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്തൊരു കാലഘട്ടം. ദൈവം ഞങ്ങളെ ആമേൻ ആത്മീയമായും ഭൗതികമായും അനുഗ്രഹിച്ചൊരു കാലഘട്ടം. കോവിഡിന്റെ 2 ആഴ്ചയ്ക്കിപ്പുറേ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കകത്ത് വെളിപ്പെടുത്തിയ ഒരു ദൈവശബ്ദമുണ്ട്. ചൈനയിൽ നിന്നൊരു മഹാമാരി കടന്നു വരുന്നു. ലോകമെമ്പാടുമുള്ള ആമേശ്വരം സകല വൈദ്യശാസ്ത്രവും അമ്പെ പരാജയപ്പെട്ട് നിൽക്കുന്നു. മനുഷ്യർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കുന്നു. പക്ഷേ തന്റെ ജനത്തെ ഞാൻ സൂക്ഷിക്കും. 6 മാസം പ്രായമുള്ള എന്റെ കുഞ്ഞുമായിട്ട് കേരളത്തിന്റെ മണ്ണിൽ ആലയങ്ങൾ അടയപ്പെട്ടിരിക്കുമ്പോൾ ഒത്തിരി ഭവനങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനകൾക്ക് വേണ്ടി തുറന്നു. വിശ്രമമില്ലാതെ ഓരോരോ ഭവനങ്ങളിലേക്ക് ശുശ്രൂഷകൾക്കായിട്ട് മറക്കാനാവാത്ത ഒത്തിരി ദൈവ പ്രവൃത്തിയുടെ ദൈവീയ അത്ഭുതത്തിന്റെ കാലഘട്ടം ഉണ്ടായിരുന്നു. കോവിഡ് ബാധിച്ച പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം കർത്താവ് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും ആമേ ഞങ്ങളുടെ സഭയെല്ലാം കർത്താവ് തന്റെ രക്തത്താൽ മറയ്ക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. ആ കാലഘട്ടത്തിലാണ് കർത്താവ് ഞങ്ങൾക്ക് പുതിയ വാഹനങ്ങൾ നൽകി തന്നത്. ആ കാലഘട്ടത്തിൽ ആമേൻ 8 മാസം കൊണ്ട് ഏകദേശം 19,000 കിലോമീറ്റർ ശുശ്രൂഷകൾക്ക് വേണ്ടി ഓടുവാൻ ഞങ്ങൾ പോകുന്ന എല്ലാ മേഖലകൾക്കകത്തും ആമേ ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ആ കുഞ്ഞ് ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ വിശ്വസ്തതയും ദൈവത്തിന്റെ വാക്കും ആമേശ്വരം ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് അത്ഭുതമായി വെളിപ്പെട്ടു. സ്തോത്രം പറഞ്ഞാട്ടെ. ആ ഒരു കാലഘട്ടത്തിലാണല്ലോ സൂമിന്റെ പ്ലാറ്റ്ഫോമുകൾ ആരംഭിച്ചത്. സൂം മീറ്റിങ്ങുകൾ പ്രസംഗിക്കാൻ ആമേൻ ഇതിന്റെ അകത്ത് ദൈവം എന്ത് ചെയ്യാൻ പറ്റുമെന്ന് മുൻവിധിയോടുകൂടെ വന്ന ഒരു നാളുകൾ എൻ്റെ ജീവിതത്തിലുണ്ട്. കാരണം ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിലൂടെ ഒന്നും ദൈവത്തിന് ചെയ്യാൻ പറ്റുമോ എന്ന് വിചാരിച്ച ഒരു കാലഘട്ടമുണ്ട്. വന്നിരുന്ന സൂം മീറ്റിംഗ് എല്ലാം ഒഴിവാക്കിയ ഒരു കാലഘട്ടമുണ്ട്. പക്ഷേ പിന്നത്തേതിൽ സൂം മീറ്റിങ്ങിന്റെ അകത്തളപ്പിൽ ദൈവം പ്രസംഗിക്കാൻ
അവസരം തരികയും ഏറിയ അത്ഭുതങ്ങളും ദൈവപ്രവർത്തികളൊക്കെയും ആമേൻ ഈ പ്ലാറ്റ്ഫോമിലൂടെ കാണുവാൻ കർത്താവ് അവസരങ്ങൾ ഒരുക്കി. സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവിന്റെ ദാസി അനൂസുബിൻ കർത്താവിന്റെ ദാസിയുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ മീറ്റിംഗിന്റെ അകത്ത് ഏകദേശം 15 വർഷമായി തന്റെ ഡിസ്ക് സംബന്ധമാകുന്ന വിഷയങ്ങൾക്ക് നടുവിൽ ദുബായിയുടെ മണ്ണിന്റെ അകത്ത് വന്നതിന്റെ എല്ലാ മേഖലകളും അസ്തമിച്ച് അനുഭവതലത്തിന്മേൽ കഴിഞ്ഞ ദിവസത്തെ പ്രാർത്ഥനകൾക്കകത്ത് കർത്താവിന്റെ ദാസിയെ ദൈവം അത്ഭുതകരമായി സൗഖ്യമാക്കിയ ആ സാക്ഷ്യം വളരെ അനുഗ്രഹമായി തീർന്നു. സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് രാത്രികാലവും വിശ്വസിക്കുന്ന തന്റെ ജനത്തിന് വേണ്ടി നാം ഏത് സാഹചര്യങ്ങൾക്ക് നടുവിൽ ഇരിക്കുന്നു എന്നുള്ളതല്ല, ഏത് അവസ്ഥകൾക്ക് നടുവിൽ ഇരിക്കുന്നു എന്നുള്ളതല്ല, നമ്മുടെ അവസ്ഥകൾക്ക് നടുവിൽ ഇന്ന് രാത്രികാലം പ്രവർത്തിപ്പാൻ ദൈവം വിശ്വസ്തനെന്ന് ആഴമേറിയ ഒരു വിശ്വാസം നമ്മുടെ അകത്ത് അവൻ ഉണ്ടായെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ അസാധാരണമാകുന്ന ദൈവ പ്രവർത്തികൾ വെളിപ്പെടും. ഒരിക്കൽ ഗിദെയോൻ ഇങ്ങനെ ദൈവത്തോട് ചോദിച്ചു, ഞങ്ങളുടെ പിതാക്കന്മാർ കണ്ട ദൈവത്തിന്റെ അത്ഭുതം എവിടെ? ഞങ്ങളുടെ പിതാക്കന്മാർ കണ്ട ദൈവത്തിന്റെ അത്ഭുതം എവിടെ? ഒരു കാലഘട്ടത്തിന്റെ അകത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളുമായി മിസ്രൈമിന്റെ ആധിപത്യത്തിന്റെ അകത്തോളത്തിൽ നിന്ന് ഒരു കൂട്ടം ജനം തന്റെ ആമേൻ ദൈവം പറഞ്ഞിരിക്കുന്ന നിയോഗത്തിലേക്ക്, ദൈവം പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങളിലേക്ക് അവരെ ദൈവം കരം പിടിച്ചെങ്കിൽ ഗിദെയോൻ ചോദിക്കുക, ഞങ്ങളുടെ പിതാക്കന്മാർ കണ്ട ദൈവത്തിന്റെ അത്ഭുതം എവിടെ? അത്ഭുതം തീർന്നു പോയിട്ടില്ല. ദൈവജനമേ, ഇന്ന് രാത്രികാലം വിശ്വസിക്കുന്ന തന്റെ ജനത്തിന് വേണ്ടി ദൈവത്തിന്റെ ആദർശമേറുന്ന കരം ഈ രാത്രികാലം ചലിക്കപ്പെടാൻ പോവാന്ന് പരിശുദ്ധാത്മാവ് നിയോഗത്തോടെ ദൂത് കൈമാറുന്നു. എത്ര പേർ ഈ രാത്രികാലം ആ ദൂതിനെ സ്വീകരിക്കും? വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടിക്കൊണ്ട് ഒരുമിച്ച് ഈ രാത്രികാലം സർവശക്തനാകുന്ന ദൈവത്തിന് ഒരുമിച്ച് മഹത്വം കൊടുത്ത് അഭിഷേകത്തിന്റെ വലിയ സാന്നിധ്യം ഇന്ന് രാത്രികാലം വ്യാപരിക്കട്ടെ. ആത്മാവിന്റെ വലിയ സാന്നിധ്യം ഇന്ന് രാത്രികാലം വ്യാപരിക്കട്ടെ. പെയ്തിറങ്ങുന്ന മഴ പോലെ ദൈവശക്തി ഇന്ന് രാത്രികാലം ഇതിന്റെ അകത്ത് വെളിപ്പെടുവാൻ നാം ആയിരിക്കുന്ന കൂടാരത്തിന്റെ അകത്തളത്തിൽ അഭിഷേകത്തോടെ അന്യഭാഷകളോടെ ഈ രാത്രികാലം പ്രാർത്ഥിച്ച് മുൻപന്തികൾ മാറ്റിവെച്ച് ആര് പ്രസംഗിക്കുന്നുവെന്നല്ല, ആര് പ്രസംഗിക്കൂ എന്നുള്ളതല്ല വിഷയം. ഇന്ന് രാത്രികാലം നമ്മുടെ ആരാധനാകുന്ന യേശുവിന്റെ മഹാ സാന്നിധ്യം തേജസ്സോടെ നമ്മുടെ റൂമിന്റെ അകത്ത് ഈ രാത്രികാലം വെളിപ്പെടുവാൻ ആമേൻ. നാളുകളായി ഭാരപ്പെടുന്ന ചില വിഷയങ്ങൾ, നാളുകളായി പ്രയാസപ്പെടുന്ന ചില വിഷയങ്ങൾ, നാളുകളായി വേദനപ്പെടുന്ന ചില വിഷയങ്ങൾ, പ്രാർത്ഥിച്ചിട്ട് മറുപടി കാണാത്ത ചില വിഷയങ്ങൾക്ക് നടുവിൽ ആത്മാവിന്റെ വലിയ സാന്നിധ്യം ഇന്ന് രാത്രികാലം വെളിപ്പെട്ടു വരുവാൻ ചില മിനിറ്റുകൾ അതരങ്ങളെ തുറന്നുകൊണ്ട് അന്യഭാഷകൾ മേൽ അർത്ഥനാഥഘടക ഉടമനരകതൽ ശമനഘടകന ധാനകസിയാരക ശബ്ദനാഥഘടകസി ദൈവ സാന്നിധ്യം ഈ രാത്രികാലം ചലിക്കട്ടെ. നമ്മുടെ കൂടാരങ്ങൾക്കകത്ത് ദൈവ സാന്നിധ്യം ചലിക്കട്ടെ. പാടും ശൂന്യമായിരുന്ന ഭൂമിക്കകത്ത് പരിശുദ്ധാത്മാവ് വ്യാപരിച്ചപ്പോൾ പാടായിരുന്നതിന്റെ അകത്ത് നിറവ് വെളിപ്പെടുത്തി ശൂന്യമായിരുന്നതിന്റെ അകത്ത് മനോഹരിതമാക്കി മാറ്റിയ ഒരു ദൈവ സാന്നിധ്യം ഇന്ന് രാത്രികാലം നമ്മുടെ ജീവിതത്തിന്റെ അകത്തളത്തിൽ നിന്ന് വെളിപ്പെട്ടു വരുവാൻ പഴയ നിയമത്തിന്റെ അകത്തും പുതിയ നിയമത്തിന്റെ അകത്തും ഒരു വ്യക്തിയെ വ്യത്യസ്തനാക്കി മാറ്റിയ അതിന്റെ പിന്നിൽ ചലിച്ചത് ദൈവത്തിന്റെ ആത്മാവെങ്കിൽ, യേശു കന്റെ ശുശ്രൂഷ വേളയ്ക്കകത്ത് പരിശുദ്ധാത്മാവിന് വലിയ പ്രാധാന്യം കൊടുത്തെങ്കിൽ ആത്മാവ് ആമേൻ അവന്റെ മേൽ ഇറങ്ങി വന്നു. ആത്മാവിന്റെ നിയോഗം അനുസരിച്ച് അവൻ സഞ്ചരിച്ചു. ആത്മാവ് അവനെ വഴി നടത്തി. ആത്മാവ് അവനെ ശക്തീകരിച്ചു. അവന്റെ ശ്രുതി ചുറ്റുമുള്ള ദേശങ്ങളിലേക്ക് പടർന്നെങ്കിൽ ഇന്ന് രാത്രികാലം ഏതൊക്കെയോ ശ്രുതികൾ ആമേൻ പരക്കത്തക്ക നിലവാരത്തിൽ ഒരു ദൈവമഹത്വം ചലിക്കട്ടെ. വിശ്വസിക്കുന്നവർ ഈ രാത്രികാലം ഒരുമിച്ച് മഹത്വം കൊടുത്ത് ജെസ്സി രാജു എന്ന ഡിവൈസിലായി ആ ഫാമിലിയെ നോക്കി പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു. വാഴും ശൂന്യവും എന്ന് വിധിയെഴുതിയ സ്ഥാനത്ത് അതിനെ മനോഹരമാക്കി മാറ്റുന്ന ഒരു ദൈവത്തിന്റെ കാര്യം കർത്താവിന്റെ ദാസനെ പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു. ലൂക്കോസ് 4:14 ഒരു വാക്യമുണ്ട്, അവന്റെ ശ്രുതി ചുറ്റുമുള്ള ദേശങ്ങൾ പടർന്നു എന്ന്. ഇന്ന് രാത്രികാലം ഒരു കാലഘട്ടം കൊണ്ട് അവസാനിക്കേണ്ടതല്ല നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന ദൈവീയ നിയോഗം അടുത്തൊരു മേഖലയിലേക്ക് പരിശുദ്ധാത്മാവ് കരം പിടിച്ച് നടത്തുന്ന ഒരു ദൈവ പ്രവർത്തിയുടെ ദിനങ്ങളുണ്ടെന്ന് ആത്മാവ് ദൂത് കൈമാറുന്നു. ചില വിഷയങ്ങൾക്ക് നടുവിൽ ദൈവസന്നിധിയിൽ കഴിച്ച ചില പ്രാർത്ഥനകളുള്ള മറുപടികൾ, അതിന്മേലുള്ള ചില വിടുതലുകൾ സംഭവിക്കാൻ പോവാന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം നിയോഗത്തോടെ ദൂത് കൈമാറുകയാണ്. പ്രിയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ സാന്നിധ്യത്തിലേക്ക് അടുത്തു വരുന്നു. ഇന്ന് രാത്രികാലം വലിയ കാര്യങ്ങൾ ഞങ്ങളുടെ മധ്യയിൽ കർത്താവിന്റെ ആത്മാവ് ചെയ്യും. വചനത്തിന്റെ വാതിലുകൾ ഞങ്ങൾക്ക് വേണ്ടി തുറക്കും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് വായിക്കാം 83-ാമത്തെ സങ്കീർത്തനം, അതിന്റെ 4-ാം വാക്യവും ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിന്റെ 2-ാമത്തെ തിരുവെഴുത്തും. പറഞ്ഞോ. വരുവീൻ, ഇസ്രായേൽ ഒരു ജാതിയായി ഇരിക്കാതെ വണ്ണം നാം അവരെ മുടിച്ചു കളക, അവരുടെ പേര് ഇനി ആരും ഓർക്കരുത് എന്ന് പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 2-ാം വാക്യം.
യഹോവ ഞാൻ അബ്രഹാമിനോട് അരുളി ചെയ്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചർച്ചക്കാരെയും ഋതുഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. രണ്ടാം വാക്യം 12:2. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. ആമേൻ. താങ്ക് യു കർത്താവിന്റെ ദാസിയെ, ദൈവം ഒത്തിരി മാനിക്കട്ടെ. നാം വായിച്ചത് സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിന്റെ അകത്തുനിന്നാണ്. ആമേൻ സ്വരം. 66 പുസ്തകത്തിന്റെ അകത്ത് 19ാമത്തെ അധ്യായമാണ് സങ്കീർത്തനങ്ങളുടെ പുസ്തകം. 2460 വാക്യങ്ങളുള്ള ഭക്തന്മാരുടെ ജീവിതത്തിന്റെ അകത്തെ വിവിധമാകുന്ന പ്രാർത്ഥനകളെ, ഇതിന്റെ അകത്ത് മറുപടികളെ നമുക്ക് ഇതിന്റെ അകത്ത് വായിക്കുവാൻ സാധിക്കുന്നു. സങ്കീർത്തനത്തെ 5 തട്ടുകളായിട്ട് നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്നു. ചരിത്ര സങ്കീർത്തനങ്ങളുണ്ട്, പ്രവചന സങ്കീർത്തനങ്ങളുണ്ട്, സ്തോത്ര സങ്കീർത്തനങ്ങളുണ്ട്, പ്രാർത്ഥനാ സങ്കീർത്തനങ്ങളുണ്ട്, മഷിക സങ്കീർത്തനങ്ങളുണ്ട്. ആരാധന വേളയ്ക്കകത്തുനിന്ന് ഒരിക്കലും ഒഴിവാക്കുവാൻ പറ്റാത്തതും ഉപദേശത്തിന്റെ അകത്ത് കിടക്കുന്നതുമാകുന്ന വിഷയമാണല്ലോ സങ്കീർത്തനങ്ങൾ. എന്നാൽ ന്യൂ ജനറേഷൻ എന്നറിയപ്പെടുന്ന പലരും ആരാധന വേളയ്ക്കകത്തുനിന്ന് സങ്കീർത്തനങ്ങൾ മാറ്റിവെക്കുമ്പോൾ ഭക്തന്മാരുടെ ജീവിതത്തിന്റെ അനുഭവ തലത്തിന്റെ അകത്തളത്തിൽ നിന്ന് എല്ലാ വഴികളും എല്ലാ വാതിലുകളും അടയപ്പെട്ട നിരാശപ്പെട്ട അന്തരീക്ഷത്തിന്റെ അകത്തുനിന്ന് നിലവിളിച്ച ആമൻ ഭക്തന്മാരുടെ മേൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ വിടുതലുകളും പ്രാർത്ഥനയുടെ വാക്കുകളും ഇന്നും നമ്മുടെ മനസ്സിനെ ആശ്വസിപ്പിക്കുന്നുവെങ്കിൽ അതിന്റെ അകത്ത് ചലിച്ചു തുടങ്ങുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. 83ാം സങ്കീർത്തനം ആസാഫിന്റെ ആമൻ ഒരു സങ്കീർത്തനമാണ്. ആസാഫ് എന്ന് പറയുന്ന ദൈവ മനുഷ്യൻ എഴുതിയ 12 സങ്കീർത്തനങ്ങളുണ്ട്. അതിന്റെ അകത്ത് ഒടുവിലത്തെ സങ്കീർത്തനമാണ് 83ാമത്തെ സങ്കീർത്തനം എന്ന് പറയുന്നത്. ഇതൊരു ആമൻ പ്രവചന സങ്കീർത്തനമാണ് ഇസ്രായേലിനോടുള്ള ബന്ധത്തിലെങ്കിൽ ഇന്ന് ആമൻ നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്നു ഇതൊരു ചരിത്ര സങ്കീർത്തനമാണ്. 83ാം സങ്കീർത്തനത്തിന്റെ അകത്ത് ആമൻ ഇങ്ങനെയാണ് നാം വായിച്ചത്: വരുവീൻ, ഇസ്രായേൽ ഒരു ജാതിയാകാതെ വണ്ണം നാം അവരെ മുടിച്ചു കളയുക, അവരുടെ പേരിനി ആരും ഓർക്കരുത്. ഞങ്ങൾ വളരെ പ്രാർത്ഥിച്ചു ഈ ശുശ്രൂഷകൾക്ക് വേണ്ടി. എന്നാൽ പരിശുദ്ധാത്മാവ് ഇതേ വേദഭാഗത്തിന്റെ അകത്തളത്തിൽ നിന്ന് ശുശ്രൂഷിപ്പാൻ ആത്മാവ് ഒരു നിയോഗം തന്നതുകൊണ്ട് മാനുഷികമാകുന്ന ആലോചനകൾക്ക് അപ്പുറമായി വെളിപ്പെട്ടു വരുന്ന ദൈവവചനത്തിന്റെ ആധികാരികമാകുന്ന വെളിച്ചം ജീവിതങ്ങൾക്ക് അകത്തളത്തിൽ ഒരു വിടുതലായി തീരേണ്ടതിന് ഈ വാക്യത്തെ ഞാൻ ആഴമായി വിശ്വസിച്ചുകൊണ്ട് ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന കർത്താവിന്റെ ദാസിമാരോടും കർത്താവിന്റെ ദാസന്മാരോടുമുള്ള ദൈവത്തിന്റെ ആലോചനയായി ഈ ദൂതനെ ഞാൻ കൈമാറ്റം ചെയ്യുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇസ്രായേൽ ഒരു ജാതിയാകാതെ വണ്ണം നാം അവരെ മുടിച്ചു കളയുക, അവരുടെ പേരിനി ആരും ഓർക്കരുത് എന്ന് അവർ പറഞ്ഞു. സ്തോത്രം പറഞ്ഞാട്ടെ. മറ്റൊരു ഭാഗത്ത് നാം വായിച്ചത് ഇങ്ങനെയാണ്: ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും എന്ന് പറഞ്ഞാൽ ഇവിടെ ശത്രു പറയുന്ന ഒരു കാര്യമുണ്ട്. ഇസ്രായേൽ ഒരു ജാതിയാകരുത്, ഇസ്രായേൽ ഒരു വംശമാകരുത്, നാം അവരെ മുടിച്ചു കളയുക. കൽദയ പട്ടണമായ ഊരിന്റെ അകത്തുനിന്ന് ദൈവശബ്ദം കേട്ട് ഇറക്കുമെന്ന്. ഇന്ന് രാത്രികാലം ആമേശ്വര ലിസി എന്ന ഡിവൈസിലായിരിക്കും. മാതാവേ, ഒരു കാര്യം ശ്രദ്ധിച്ചോണേ. ദൈവം പറയുന്നതിന് വിരോധമായി ആമേൻ സാത്താൻ പറയും, ദൈവം പറയുന്നതിന് വിരോധമായി ശത്രു എഴുന്നേൽക്കും. എന്നാൽ ഇന്ന് രാത്രികാലം ഒരു കാര്യം ഉറപ്പാ ഗ്രേസി ആന്റി, ദൈവം പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിപ്പാൻ പോകുന്നു. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കർത്താവിന് നന്ദി പറഞ്ഞേ. ദൈവം പറഞ്ഞ ഒരു കാര്യം ഇതാണ്: ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കുമെന്ന് പറഞ്ഞപ്പോൾ പിശാച് പറയുന്നു ഇസ്രായേൽ ഒരു ജാതിയാകരുത്. ഇന്ന് രാത്രികാലം ആത്മമണ്ഡലത്തിന്റെ അകത്തളത്തിൽ വെല്ലുവിളി ഉയർത്തുന്ന സാത്താന്യമാകുന്ന വെല്ലുവിളികളെ തച്ചുടയ്ക്കുന്ന ഒരു ദൈവീയമാകുന്ന അഭിഷേകത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രികാലം നമ്മുടെ കൂടാരത്തിന്മേൽ വെളിപ്പെട്ടു വരുവാൻ ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ആത്മീയ സന്തതികളെ തടയുന്ന, അടുത്തൊരു ജനറേഷനെ ഇല്ലാതാക്കുന്ന, അടുത്തൊരു ജനറേഷന് ദൈവീയ വിശ്വാസത്തിന്റെ അകത്തുനിന്ന്, ആരാധനയ്ക്കകത്തുനിന്ന്, ആലയത്തിന്റെ അകത്തുനിന്ന്, ദൈവീയ വിശുദ്ധിക്കകത്തുനിന്ന് ആമേൻ ആമേൻ ഉടച്ചു കളയുന്ന എല്ലാ സാത്താന്യ അജണ്ടകളും ഈ രാത്രികാലം ഉടഞ്ഞു മാറുവാൻ ചില മിനിറ്റുകൾ അഭിഷേകത്തോടൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങാമോ? Praise the Lord. Praise the Lord. ദൈവം പറയുന്നു ആമേൻ ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കുമെന്ന്. എന്നാൽ പിശാച് പറയുന്നു നീ ഒരു ജാതി ആകത്തില്ലെന്ന്. ലിനി മോൻസി ആത്മാവിനോട് പറയുന്നു, അതേ കർത്താവിന്റെ ദാസി നിങ്ങളോട് പറഞ്ഞ എല്ലാ ദൈവ ശബ്ദങ്ങളും നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത്, കുടുംബത്തിന്റെ അകത്ത്, തലമുറയുടെ മേൽ വെളിപ്പെടുന്ന ഒരു കാലഘട്ടം പരിശുദ്ധാത്മാവ് തുറക്കപ്പെടാൻ പോകുക. ഇന്ന് രാത്രികാലം പെൻഡിംഗ് ആയി കിടക്കുന്ന ചില പ്രാർത്ഥനയുടെ മറുപടികൾ വേഗത്തിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് സംഭവിക്കുമെന്ന് ആത്മാവ് ദൂത് കൈമാറുന്നു. വെളിപ്പാടിൽ ഒരു വാക്യമുണ്ട്: വേഗത്തിൽ
സംഭവിക്കാനുള്ളത്. അതേ ദൈവത്തിന്റെ ദാസിയെ ഫാസ്റ്റായി ചില ദൈവീയത്തിന്റെ പ്രവർത്തികൾ തന്നോട് നിലവിളിക്കുന്ന വൃതന്റെ കാര്യത്തിൽ അവൻ ദീർഘക്ഷമതയുള്ള ദൈവമാണേലും വേഗത്തിൽ 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 ആമേൻ അവൻ പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്ന ദൈവമാണ്. ഇന്ന് രാത്രികാലം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞേ, അതെ വേഗത്തിൽ ചില ദൈവ പ്രവൃത്തികൾ വെളിപ്പെടാൻ പോകുകയാണ്. ഇവിടെ നാം ശ്രദ്ധിച്ച ദൈവത്തിന്റെ വചനത്തിന്റെ അകത്ത് കാണുന്നു, ആമേൻ സ്വാമി ഈ സങ്കീർത്തനവുമായിട്ടുള്ള ബന്ധത്തിന്റെ അകത്ത് കാണുന്നു. 1967 ആമേൻ ജൂൺ 1 മുതൽ ജൂൺ 6 വരെ നടക്കപ്പെടുന്ന ആമേൻ അറബ് ഇസ്രായേൽ യുദ്ധമുഖത്തെ നമുക്ക് കാണുവാൻ, ചരിത്രത്തിന്റെ ഏടുകൾക്കകത്ത് കാണുവാൻ സാധിക്കുന്നു. ഇസ്രായേൽ എന്ന കൊച്ചു രാജ്യത്തെ ഭൂമുഖത്തുനിന്ന് തുടച്ചു കളയുമെന്ന് പറഞ്ഞുകൊണ്ട് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ആകുന്ന നാസറിന്റെ നേതൃത്വത്തിന്റെ അകത്ത് അറബ് രാജ്യങ്ങൾ ഒരുപോലെ ഇസ്രായേലിനെതിരെ ആമേൻ കടന്നു വന്നു. അന്ന് ആമേൻ ഇസ്രായേലിനെ സഹായിക്കുവാൻ അമേരിക്കയില്ല, നാറ്റോ സഖ്യങ്ങളില്ല, മറ്റു രാജ്യങ്ങളില്ല. എന്നാൽ ആമേശ്വരം എല്ലാ മേഖലകളും പ്രതികൂലമായി നിലനിൽക്കുന്ന സ്ഥാനത്ത് നാസർ ഇങ്ങനെ പറഞ്ഞു, ഇസ്രായേൽ ഇനി ഭൂമുഖത്തുണ്ടാകത്തില്ലെന്ന്. സ്തോത്രം പറ, ഇസ്രായേൽ ഇനി ഭൂമുഖത്തുണ്ടാകത്തില്ലെന്ന്. എന്നാൽ ദൈവത്തിന്റെ വചനത്തിന്റെ അകത്ത് കാണുന്നു ഇസ്രായേൽ 2 കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. 1, തോക്കുവാൻ ഞങ്ങളില്ല. 2, മരിക്കുവാൻ ഞങ്ങളില്ല. ഈ രാത്രികാലം എത്ര പേർക്ക് ആമേൻ ആ ദൂതനെ സ്വീകരിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ, തോക്കുവാൻ ഞങ്ങളില്ല, ഞങ്ങൾ മരിക്കുവാൻ ഞങ്ങളില്ല, ഞങ്ങൾ ജയിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കർത്താവിന് മഹത്വം കൊടുത്ത് ഞങ്ങളുടെ നേരെ കടന്നു വന്ന പ്രതിസന്ധികൾക്ക് നേരെ, പ്രതികൂലങ്ങൾക്ക് നേരെ സഹായിപ്പാൻ ആരുമില്ലാതിരിക്കുന്ന വേദന നിറഞ്ഞ അന്തരീക്ഷത്തിന്റെ അകത്ത്, അതിന്റെ അകത്ത് ഞങ്ങൾ തോക്കുവാനില്ല, ഞങ്ങൾ മരിക്കുവാൻ തയ്യാറല്ല, ഞങ്ങൾ ജയിക്കുവാൻ തയ്യാറാണ്. ആലിയസ് ബേബി എന്ന ഡിവൈസിലായിരിക്കുന്ന മാതാവ് ആ ദൂതനെ ഈ രാത്രികാലം സ്വീകരിച്ചു. ദൈവം നിങ്ങൾക്ക് വേണ്ടി ചില ജയത്തെ നൽകി തരട്ടെ. യഹോവ നിശ്ചയായി നിങ്ങളുടെ കൂടാരത്തിന്റെ അകത്തളത്തിൽ വെളിപ്പെടുന്ന സമയമായി മാറട്ടെ എന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. അതെ, ഇസ്രായേൽ പറഞ്ഞു ഞങ്ങൾ തോക്കുവാനില്ല, ഞങ്ങൾ ആമേശ്വരം ആമേൻ തോക്കുവാനില്ല, ഞങ്ങൾ മരിക്കുവാനില്ല, ഞങ്ങൾ ജയിക്കുവാൻ തയ്യാറാകുന്നു. എന്തുണ്ടായി? ഇസ്രായേൽ റൺവേകൾ എന്ന് പറന്നുയർന്ന ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ ശത്രു രാജ്യത്തിന്റെ റൺവേകൾ തകർത്തു. സ്വതന്ത്രം പറ, ശത്രു രാജ്യത്തിന്റെ ആയുധപ്പുരകൾ തകർത്തു, ശത്രു രാജ്യത്തിന്റെ ആമേശ്വര യുദ്ധവിമാനങ്ങളെ തകർത്തു. എന്ന് പറഞ്ഞാൽ ശത്രു അവന്റെ രാജ്യത്തിന്റെ അകത്തു നിന്ന് ആമേൻ ഇസ്രായേലിന്റെ നേരെ പറന്നുയരുവാൻ കഴിയാതെ വണ്ണം അവന്റെ റൺവേകളെ തകർത്തു കളഞ്ഞ് ആമേശ്വരം ജൂൺ 6-ാം തീയതി ആമേശ്വരം ഇവർ പറഞ്ഞൊരു കാര്യമുണ്ട്, യുദ്ധം അവസാനിപ്പിക്കണം. ഇന്ന് രാത്രികാലം എത്ര പേർക്ക് ആ ദൂതിന്റെ യാട മനസ്സിലായി? ഇന്ന് രാത്രികാലം ചില ശത്രുവിന്റെ പ്ലാറ്റ്ഫോമുകളെ തകർത്ത് കളയുന്ന ഒരു ദൈവ സാന്നിധ്യം, ശത്രുവിന്റെ ആലോചനകളെ തകർത്ത് കളയുന്ന ഒരു ദൈവ സാന്നിധ്യം, തീങ്കൽ മെഴുകുരുകി മാറുന്നത് പോലെ ഒരു ദൈവമഹത്വം ഇന്ന് രാത്രികാലം നിങ്ങൾക്ക് വേണ്ടി ചലിക്കപ്പെടാൻ പോകുക എന്ന് പറഞ്ഞാൽ എത്ര പേർ കരമടിച്ചുകൊണ്ട് ആ ദൂതനെ സ്വീകരിക്കും? യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില ഹീലിംഗുകൾ ഈ രാത്രികാലം ഉണ്ടാകട്ടെ. അവൻ ജെസി എന്ന ഡിവൈസിലായിരിക്കുന്ന ആ സിസ്റ്റമേൽ ചില ഹീലിംഗുകൾ, ചില സൗഖ്യങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. കാല് സംബന്ധമായി നിലനിൽക്കുന്ന ചില വേദനകൾ, ശരീരത്തിൽ ഉണ്ടാകുന്ന ചില അസ്വസ്ഥതകൾ യേശുവിന്റെ നാമത്തിൽ ചില ശ്വാസതടസ്സങ്ങൾ ഇപ്പോൾ ഹീലാകുകയാണ്. ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളെ തൊടുന്നു. ടച്ച് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധ ആത്മാവേ ഇന്ന് രാത്രികാലം തൊട്ടാട്ടെ. ദൈവത്തിന്റെ ശക്തി തന്റെ മേൽ ഇറങ്ങി വന്നാട്ടെ. ഒരു അത്ഭുതകരമാകുന്ന സൗഖ്യം ആ ദൈവദാസിയുടെ മേൽ ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയുടെ വ്യാപാരം, യേശുവിന്റെ സാന്നിധ്യത്തിന്റെ വ്യാപാരം ആ മൺകൂടാരത്തിന്മേൽ ഇറങ്ങട്ടെ കർത്താവേ. എല്ലാ ശത്രുവിന്റെ കെട്ടുകൾ അടിയട്ടെ, എല്ലാ ശത്രുവിന്റെ പദ്ധതികൾ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ ശത്രുവിന്റെ എല്ലാ വെല്ലുവിളികൾ അഴിയട്ടെ. അവരെ കുടുംബത്തിന് വിരോധമായി, നന്മകൾക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെ ഇന്ന് രാത്രികാലം അടച്ചു കളയുന്ന ഒരു ദൈവ സാന്നിധ്യം വിശ്വസിച്ച ദൈവദാസി അവൻ ചില മാസങ്ങൾക്കകത്ത് ദൈവത്തിന്റെ വഴികൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കുക. ചില മാസങ്ങൾക്കകത്ത് ദൈവത്തിന്റെ വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കുക. ഇന്ന് രാത്രികാലം വിശ്വസിച്ചു കർത്താവ് അത് ചെയ്യാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ കരമടിച്ചുകൊണ്ട് ഒരുമിച്ച് ദൈവത്തെ ഈ രാത്രികാലം ആരാധന കൊടുത്തേ. യേശുവിന്റെ നാമത്തിൽ ആ ദൈവദാസിയുടെ മേൽ ദൈവത്തിന്റെ സൗഖ്യത്തിന്റെ കാര്യം വ്യാപരിക്കട്ടെ, ദൈവത്തിന്റെ വിടുതലിന്റെ കാര്യം വ്യാപരിക്കട്ടെ. ഇന്ന് രാത്രികാലം ദൈവം നിങ്ങളെ അസാധാരണമായി തൊടുന്ന രാത്രികാലമായി, ദൈവം നിങ്ങളെ സൗഖ്യമാക്കുന്ന രാത്രികാലമായി, ഈ രാത്രികാലം അഭിഷേകത്തിന്റെ രാത്രികാലമായി. യെസ്,
Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. ദൈവത്തിന്റെ വചനത്തിന്റെ അകത്ത്, ചരിത്രത്തിന്റെ അകത്ത് കാണുന്നു, ഇസ്രായേലിനോട് പറഞ്ഞു, ഇസ്രായേലെ നിങ്ങൾ യുദ്ധം നിർത്തണമെന്ന്. യുദ്ധം നിർത്തി. 7-ാം ദിവസം എന്നറിയാവോ? നാളുകളായി നഷ്ടപ്പെട്ടു പോയ അവരുടെ അവകാശങ്ങളെ അവർ തിരിച്ചു പിടിച്ചു. ഗോലോൻ കുന്നുകളെ അവർ തിരിച്ചു പിടിച്ചു. ദാവീദിന്റെ പട്ടണമാകുന്ന, ദൈവത്തിന്റെ നഗരമാകുന്ന യെരൂശലേം അവർ തിരിച്ചു പിടിച്ചു. ഇന്ന് രാത്രികാലം എത്ര പേർക്ക് ആ ദൂത് മനസ്സിലായി? നീ ചിലത് തിരിച്ചു പിടിക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ നീ ചിലത് തിരിച്ചു പിടിക്കാൻ പോകുക. ചില പ്രാർത്ഥനാ ജീവിതങ്ങൾ, ആരാധനാ ജീവിതങ്ങൾ, വിശുദ്ധിയുടെ ജീവിതങ്ങൾ, തലമുറയുടെ വിഷയങ്ങൾ, ലാൻഡ് സംബന്ധമാകുന്ന വിഷയങ്ങൾ എന്താണോ ശത്രു അപഹരിച്ചു കൊണ്ടുപോയത്, നീ തിരിച്ചു പിടിക്കാൻ പോകുക. നീ ഒറ്റൊരാൾ മുഖാന്തരമായി ദൈവം നിനക്കൊരു ജയം തരാൻ പോകുക. കരമടിച്ചുകൊണ്ട് അഭിഷേകത്തോടെ ആ ദൂതനെ സ്വീകരിച്ച് നീ ചിലതിനെ തിരിച്ചു പിടിക്കും. ചിലത് നിന്നിലേക്ക് മടങ്ങി വരാൻ പോകുന്നു. ചിലത് നിന്റെ കൂടാരത്തിലേക്ക് മടങ്ങി വരാൻ പോകുന്നു. ശത്രു അപഹരിച്ചു കൊണ്ടുപോകുന്നത് മരിയമ്മ ഇന്ന് രാത്രികാലം ആത്മാവിനോട് പറയുന്നു, നീ ചിലത് തിരിച്ചു പിടിക്കുക. ഇന്ന് രാത്രികാലം പട്ടണ പടിവാതിക്കൽ വെച്ച് പടയെ മടക്കി അയക്കുന്ന ഒരു അഭിഷേകമുണ്ട്. പട്ടണ പടിവാതിക്കൽ വെച്ച് പടയെ മടക്കി അയക്കുന്ന ഒരു അഭിഷേകമുണ്ട്. ഇന്ന് രാത്രികാലം ചിലത് പിൻവാങ്ങാൻ പോകാന്ന് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു. 114 സങ്കീർത്തനത്തിൽ വാക്യം ആത്മാവ് തരുന്നു, യോർദാനെ നീ പിൻവാങ്ങുന്നതെന്ത്? ഇന്ന് രാത്രികാലം ചില മരണ യോർദാനുകൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പിൻവാങ്ങട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. അസാധാരണമാകുന്ന അഭിഷേകം ആ ദൈവദാസിന്മേൽ തൊടട്ടെ. വിശ്വസിക്കുന്ന തന്റെ ജനത്തിന്മേൽ വെളിപ്പെട്ടു വരട്ടെ. ചിലതിനെ തിരിച്ചു പിടിക്കുന്ന നാളുകളായി നിങ്ങളുടെ കയ്യിലേക്ക് വരേണ്ടത്, നാളുകളായി പെൻഡിംഗ് ആയി കിടക്കുന്ന ചില വിഷയങ്ങളെ തിരിച്ചു പിടിക്കാൻ പോവാം. പരിശുദ്ധാത്മാവ് നിയോഗത്തോടെ ദൂത് കൈമാറുന്നു. ലാൻഡിന്റെ അകത്ത് ദൈവ സാന്നിധ്യം ചലിക്കുന്ന, ലാൻഡിന്റെ അകത്ത് ദൈവശക്തി ചലിക്കുന്ന, ലാൻഡിന്റെ അകത്ത് ദൈവ മഹത്വം ചലിക്കുന്ന, ലാൻഡിന്റെ അകത്ത് ദൈവത്തിന്റെ വിടുതലുകൾ വ്യാപരിക്കുന്ന. ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ കർമ്മേലിന്റെ മലമുകളിൽ ഒരു തീ വ്യാപരിച്ചെങ്കിൽ ഇന്ന് രാത്രികാലം നിങ്ങളെ ആടപടലം നശിപ്പിക്കുമെന്ന് വ്യാപരിച്ചു പോരാടിയ ചില ഇരുട്ടത്തയ്യേണ്ടതിന് ഞാനിന്മേൽ തൊടുത്തു വെച്ച ചില ആസ്ത്രങ്ങളെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം ദിശ മാറ്റിവിടട്ടെ. Thank you, Jesus. രാമാതാവിനെ അസാധാരണമായ ദൈവ സാന്നിധ്യം നിരാത്രികാലം തൊടുന്ന ദൈവ സ്നേഹത്തിനായി കർത്താവിന് നന്ദി പറയുന്നു. കർത്താവേ, ചിലതിനെ തിരിച്ചു പിടിക്കും. ഇന്ന് രാത്രികാലം എത്ര പേർക്ക് വിശ്വാസത്തോടെ പറയാൻ പറ്റും, ദൈവം എന്നോട് കൂടെ ഉണ്ട്, ഞമ്മക്കത് പിടിക്കാൻ പറ്റും? സ്വതന്ത്രം പറ. അനാക്യ മല്ലന്മാര് കാണുമെന്ന് വാറ്റത്തം കേൾക്കാൻ എളുപ്പമാ, പക്ഷെ വാറ്റത്തങ്ങൾക്കെതിരെ പോരാട്ടമുണ്ട്. ഇന്ന് രാത്രികാലം എനിക്കറിയത്തില്ല, വീണ്ടും ജെസ്സി രാജു എന്ന ഡിവൈസിലായിരിക്കുന്ന അഭിഷേകദാസനോട് കുടുംബത്തോട് ആത്മാവ് പറയുന്നു, അതേ കാലയോ പറഞ്ഞതുപോലെ പറ, അതേ ദൈവം ഞങ്ങളോട് കൂടെ നിന്നെങ്കിൽ ഇപ്പോഴും ഞങ്ങളുടെ അകത്ത് ബലമുണ്ടെന്ന്, ഇപ്പോഴും ഞങ്ങളുടെ അകത്ത് ധൈര്യമുണ്ടെന്ന്, ഇപ്പോഴും ഞങ്ങളുടെ അകത്ത് ശക്തിയുണ്ടെന്ന്. ഇന്ന് രാത്രികാലം പിന്തിരിക്കുന്ന, നിരാശ വരുത്തുന്ന, നിരാശയുടെ വാക്ക് പറയുന്ന ഒരു കൂട്ടത്തിന് നടുവിൽ അഭിഷേകദാസനെ വിശ്വസിച്ചു കൂടെ നിന്ന് നിങ്ങൾ ചിലത് തിരിച്ചു പിടിക്കാൻ പോവാന്ന് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു. ദൈവം നിങ്ങൾക്ക് വേണ്ടി ചില ഹെബ്രോണുകൾ ഒരുക്കട്ടെ. അത് കാലേബിനും അവന്റെ കുടുംബത്തിനും അവന്റെ തലമുറകൾക്കും വേണ്ടി ദൈവം വേർതിരിച്ചെങ്കിൽ ഇന്ന് രാത്രികാലം ആത്മാവിനോട് പറയുന്നു, 40-ലധികം വർഷങ്ങൾ എന്തൊക്കെയോ ചില വിശ്വസ്തതകൾ ദൈവം ഓർക്കുക. സ്തോത്രം പറഞ്ഞാട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രികാലം 40-ലധികം വർഷങ്ങൾ ആമേശ്വരം ഞാൻ ഒരു കാര്യം പറഞ്ഞ് എനിക്ക് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു. എടുത്ത വചനത്തോട് നീതി പുലർത്തണമെന്നുണ്ട്. പക്ഷേ അഭിഷേകദാസനെ ആത്മാവെന്നോട് പറയുന്നു, അതേ ആമേശ്വരം ഹിസ്കിയാവ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ പറഞ്ഞൊരു പദമുണ്ട്, കർത്താവേ ഞാൻ നിന്റെ സന്നിധിയിൽ നിഷ്കളങ്കതയോടെ ഞാൻ നിന്നത് ഓർക്കണമേ. അതേ ചില ബ്ലെസ്സിങ്ങിന് അത് മതിയെന്ന് എനിക്കറിയത്തില്ല. ആ കുടുംബത്തെ നോക്കി പരിശുദ്ധാത്മാവ് അങ്ങനെ ദൂത് കൈമാറുന്നു. ദൈവം നിങ്ങളെ ഓർക്കും, ദൈവം നിങ്ങളെ ആദരിക്കും. വിശ്വസിച്ചു. യോബിനെ ആരാധരിച്ചില്ലെങ്കിലും, യോസഫിനെ ആരാധരിച്ചില്ലെങ്കിലും,
അവന്റെ മേൽ കിടക്കുന്ന മേലെഴുത്തുകളെ മാറ്റിക്കൊണ്ട് ദൈവം അവനെ ആദരിച്ചു. ആ കുടുംബത്തെ നോക്കി പരിശുദ്ധാത്മ പറയുന്നു, അതെ, ദൈവം നിങ്ങളെ ആദരിക്കപ്പെടാൻ പോകുക. ചിലരുടെ മൂഢതയുണ്ട്, ദൈവദാസിയെ ചിലരുടെ മൂഢതയുണ്ട്. അവൻ യോബിനോട് ആമേശ്വരം ദൈവത്തിന്റെ വചനത്തിന്റെ അകത്ത് കാണുന്നു. ഷൂഖിനാകുന്ന ബിൽദാദ്, നയമത്തിലാകുന്ന സോഫറിനോടൊക്കെയും ദൈവം കയറി ഇടപെടുകയാണ്. നിങ്ങളുടെ മൂഢതയ്ക്കൊത്ത ചെയ്യാതെ വണ്ണം നിങ്ങൾ യോബിന്റെ അടുക്കൽ ചെല്ലണം, അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഞാൻ അവന്റെ മുഖത്തെ ആദരിക്കും. എനിക്കറിയത്തില്ല, അങ്ങനെ ഒരു പദം പറയുന്നു. ചിലരുടെ മൂഢതയ്ക്കൊത്തവണ്ണം ദൈവം ചെയ്യാതിരിക്കണമെങ്കിൽ ചിലത് വന്ന് ക്ഷമ പറഞ്ഞേ മതിയാകത്തുള്ളൂ, ചിലത് വന്ന് രമ്യതപ്പെട്ടേ മതിയാകത്തുള്ളൂ, ചിലത് വന്ന് കീഴ്പ്പെട്ടേ മതിയാകത്തുള്ളൂ. അവൻ നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഞാൻ യോബിന്റെ മുഖത്തെ ആദരിക്കും. ഇന്ന് രാത്രികാലം വിശ്വസിക്കുന്നവർ കർത്താവിനൊന്ന് മഹത്വം കൊടുത്ത് അതേ ആ ഫാമിലിയെ ദൈവം ആദരിക്കപ്പെടാൻ പോകുക. എനിക്കറിയത്തില്ല, 40-ലധികം വർഷങ്ങൾ അവൻ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, എന്തോ ഒരു ആദരവ്. ദൈവദാസിയെ നിങ്ങളുടെ മേൽ വെളിപ്പെടെ വരാൻ പോവാൻ ആത്മാവ് ദൂത് കൈമാറുന്നു. യോസഫ് അയച്ച രഥം കണ്ടപ്പോൾ യാക്കോബിന്റെ മുഖത്ത് ചൈതന്യം വന്നതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ചൈതന്യത്തോടെ, ബലത്തോടെ, ശക്തിയോടെ, കാലേബ് പറഞ്ഞ പോലെ ചില ഹെബ്രോനൊക്കെയും പിടിച്ചടക്കത്തക്ക നിലവാരത്തിൽ ഇനിയും ദൈവം ബലം തന്ന്, ഇനിയും ദൈവം ധൈര്യം തന്ന്, ഇനിയും ദൈവം ശക്തി തന്ന് അവസാനിച്ചു എന്ന് പറഞ്ഞ് ഇടത്തൂന്ന് ദൈവാത്മാവ് പറയുന്നു, സൂര്യ തേജസ്സോടുകൂടെ തന്നെ യോഹന്നാനെ എഴുന്നേൽപ്പിച്ച ഒരു കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ആ കൂടാരത്തിന്റെ അകത്ത് വലിയൊരു അഭിഷേകത്തിന്റെ നിയോഗം ചലിക്കട്ടെ. അർത്ഥന വൈഡം ദാനക സിയാരക ശബ്ദനാഥ ഘടക വൈഡം ദാനക സിയാരക ശമന ഘടകസി ഉടമന രഗതൽ ഖമന ഘടക സിയാരക ശബ്ദനാഥ ഘടക. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രികാലം എത്ര പേർ വിശ്വസിക്കുന്ന ദൈവം എന്നെ ആദരിക്കും, ദൈവം എന്റെ മുഖത്തെ ആദരിക്കും, ദൈവം എന്റെ മുഖത്തെ ആദരിക്കും. ഇന്ന് രാത്രികാലം വിശ്വസിക്കുന്നവർ കർത്താവിനൊന്ന് മഹത്വം കൊടുത്ത്. ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന ദേശത്തിന്റെ അകത്ത് ഭയങ്കര മഴയാണ്, നെറ്റ്വർക്കിന്റെ പ്രശ്നമുണ്ട്, അതാണ് 2 ഡിവൈസിൽ നിന്ന് കയറിയത്. ഇന്ന് രാത്രികളെ ഫാത്തിമ, ദൈവം നിന്റെ മുഖത്തെ ആദരിക്കപ്പെടാൻ പോകുകയാ, ദൈവം നിന്റെ മുഖത്തെ ആദരിക്കപ്പെടാൻ പോകുകയാ. പക്ഷെ അകത്തളത്തിലെ സംശയങ്ങൾ മാറ്റിവെക്കണം, അകത്തളത്തിലെ ഭയങ്ങൾ മാറ്റിവെക്കണം, അകത്തളത്തിലെ നിരാശകൾ മാറ്റിവെക്കണം. നഭോമിയോട് ചേർന്ന് രൂത്ത് നിന്നതുപോലെ നീ ദൈവത്തോട് ചേർന്ന് നിന്നാൽ ദൈവം നിന്റെ ബോബസിന്റെ വയലിന് ഉടമസ്ഥയാക്കിയതുപോലെ ദൈവം നിനക്ക് അവകാശങ്ങളെ നൽകിത്തന്ന്, മാന്യതകളെ നൽകിത്തന്ന് ദൈവം നിന്നെ മാനിക്കുമെന്ന് ആത്മാവ് നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് ദൂത് കൈമാറുന്നു. സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആദരവും ദൈവത്തിന്റെ മാന്യതകളും ദൈവത്തിൻ്റെതാകുന്ന ഉയർച്ചകളും പ്രാപിക്കുവാൻ ഇന്ന് രാത്രികാലം എത്ര പേർക്ക് സന്തോഷമുണ്ട്. അതേ ദൈവത്തിന്റെ മക്കളെ, സുവിശേഷ നിമിത്തമായി ഞങ്ങൾ ശുശ്രൂഷകൾക്കകത്ത് ഒത്തിരി വേദന അനുഭവമുണ്ട്, തകർക്കപ്പെട്ട അനുഭവമുണ്ട്, ഉടയപ്പെട്ട അനുഭവമുണ്ട്. സ്തോത്രം പറഞ്ഞാട്ടെ. ചില വർഷങ്ങൾക്ക് 2 വർഷത്തിന്റെ പുറകിൽ ഞങ്ങളായിരുന്ന മേഖലകൾക്ക് നടുവിൽ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം ഇതാണ്. ഞങ്ങളായിരുന്ന പ്രസ്ഥാനത്തിന്റെ അകത്ത് ഞങ്ങളോട് പറഞ്ഞു, ഉപദേശം പ്രസംഗിക്കരുത്. ഉപദേശം പ്രസംഗിക്കരുത്. രണ്ടാമത്തെ ഒരു കാര്യം, വിടുതലിനെ മാത്രം മാറ്റി പ്രസംഗിച്ചാൽ മതി. ദുരാത്മാമണ്ഡലം വളകണം, രോഗികൾ സൗഖ്യമാകണം. സ്തോത്രം പറഞ്ഞാട്ടെ. അങ്ങനെ ഞങ്ങളുടെ എല്ലാ വീഡിയോകളും പല മേഖലകൾക്കകത്ത് അയക്കപ്പെട്ടു. സ്തോത്രം പറഞ്ഞാട്ടെ. ഉപദേശം പ്രസംഗിക്കരുത്. അങ്ങനെ ശുശ്രൂഷ മേഖലകൾക്കകത്ത് ഞങ്ങളെ വരിഞ്ഞു മുറുക്കി. ന്യായമാകുന്ന മേഖലകൾക്കകത്ത് നല്ല സാലറി എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ചില കാര്യാദികൾ ഞങ്ങളുടെ കരത്തിലേക്ക് വന്നതറിഞ്ഞ് അവർ ഞങ്ങളോട് രമ്യതപ്പെടാൻ തുടങ്ങി. എന്നാൽ ഞങ്ങൾ പറഞ്ഞു, നോ, ഞങ്ങൾ പോകുക. പിന്നെ ഭീഷണിയായി. സ്തോത്രം പറഞ്ഞാട്ടെ. വേണമെങ്കിൽ 10,000-15,000 രൂപയും കൂടെ കൂട്ടിത്തരാമെന്ന് പറഞ്ഞു. വേണ്ടെന്ന് പറഞ്ഞു. സ്തോത്രം പറഞ്ഞാട്ടെ. എവിടെയൊക്കെ നമ്മുടെ വിശ്വസ്തത ആരും മനസ്സിലാക്കിയില്ലേലും മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം പറ. മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അന്ന് എല്ലാ വഴികളും അടഞ്ഞ് ഒരു രാത്രി ഞങ്ങൾ ആ ദേശത്തോട് വിട പറയുമ്പോൾ കർത്താവിന്റെ ദാസി മുഖത്തോട് മുഖം നോക്കി പിഞ്ചും പൈതങ്ങളെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്നാ അറിയത്തില്ല. സ്തോത്രം പറ. ഇനി മുന്നോട്ട് എന്താന്ന് അറിയത്തില്ല. ഞങ്ങൾ വന്നു, വേറൊരു ഭവനത്തിന്റെ അകത്ത് വന്ന് പാർത്തു. സ്തോത്രം പറഞ്ഞാട്ടെ. ഞങ്ങൾ അവിടെ ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. ചില മാസങ്ങൾ കഴിഞ്ഞപ്പോ ദൈവം നിയോഗം തന്നു, പട്ടണങ്ങൾക്കകത്തേക്ക് കയറാൻ പറഞ്ഞു. സ്തോത്രം പറഞ്ഞാട്ടെ.
അല്പനേരത്തേക്കുള്ള ലഘുവാകുന്ന കഷ്ടം. സ്വോത്രം പറ. റിജക്ഷൻ ഉണ്ടോ? ഒരു ബ്ലെസ്സിങ് ഉണ്ട്. തള്ളപ്പെടുന്ന അനുഭവം ഉണ്ടോ? ഒരു മാന്യതയുണ്ട്. പട്ടണത്തിന്റെ അകത്ത് ദൈവ സഭകൾ തന്നു. സ്വോത്രം പറഞ്ഞാൽ, ഞാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് തമിഴൊന്നും അറിയത്തില്ല, ദൈവം ഞങ്ങളോട് തമിഴ്നാട്ടിലോട്ട് പോകാൻ പറഞ്ഞു. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവസഭ അവിടെ പണിത് ദൈവത്തെ ആരാധിക്കുവാൻ ഒരു കൂട്ടത്തെ ദൈവം തന്നു. സ്വോത്രം പറഞ്ഞാട്ടെ. വിവിധ ഇടങ്ങളിൽ ദൈവം ഞങ്ങൾക്ക് ചർച്ചകൾ നൽകി തന്നു. സ്വോത്രം പറഞ്ഞാട്ടെ. എവിടെ പലതും വേണ്ടെന്ന് വെക്കുന്നു അവിടെ മാനിക്കുന്ന ഒരു കർത്താവുണ്ട്. സ്വോത്രം പറഞ്ഞാട്ടെ. നമ്മുടെ വിശ്വസ്തത ഒരു മനുഷ്യൻ തിരിച്ചറിയില്ലേലും നമ്മുടെ വിശ്വസ്തത തിരിച്ചറിയുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രിക്കാലം ഞങ്ങൾ പറഞ്ഞു വന്നതിന്റെ കാര്യം ഇതാണ്. ഞങ്ങളുടെ കീഴിൽ കർത്താവിന്റെ ദാസന്മാരെയും ദൈവജനത്തെയൊക്കെയും നൽകി തരുമ്പോൾ ചില വർഷങ്ങൾ പിന്നിലേക്ക് നോക്കിയാൽ ഒന്നും പുകഴുവാനില്ല, എല്ലുവാനായിട്ട് ഇടയായിത്തരുന്നു. സ്വോത്രം പറഞ്ഞാട്ടെ. സ്വോത്രം പറഞ്ഞാട്ടെ. ഞാൻ പറയാം, കർത്താവിന്റെ ദാസി എന്നെക്കാൾ നല്ല രീതിയിൽ തന്നെ വചനം ശുശ്രൂഷിക്കുന്ന, സ്വോത്രം പറഞ്ഞാട്ടെ, ഇന്ത്യക്കകത്ത് സിവിൽ സർവീസിന് 4ാം റാങ്കോടുകൂടെ തന്നെ പാസ്സായത്. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു കലക്ടറാകാൻ പോകുകയല്ല, ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നിൽക്കുക. ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രവാചക ശബ്ദമാ. സ്വോത്രം പറഞ്ഞാട്ടെ. എന്നാൽ ഇന്ന് രാത്രികാലം ഞാൻ ആത്മാവിൽ ഒരു ദൂത് കൈമാറാ. ദൈവത്തിന്റെ മാന്യത എവിടെയൊക്കെയോ വെളിപ്പെടാൻ പോകുക. ദൈവത്തിന്റെ ആദരവ് എവിടെയൊക്കെയോ വെളിപ്പെടാൻ പോകുക. ജോയ്സ് ജേക്കബ് കർത്താവിന്റെ ദാസി ആത്മാവിനോട് പറയുന്നു, എന്തോ ഒരു വലിയൊരു മാന്യത നിങ്ങളുടെ മേൽ വെളിപ്പെടും കേട്ടോ. എന്തോ ഒരു വലിയൊരു നീതി ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടും കേട്ടോ. യോസഫ് ഫലപ്രദമാകുന്ന വൃക്ഷമാണ്, നീരൊഴുകിന്റെ അരികെ ഫലപ്രദമാകുന്ന വൃക്ഷം തന്നെയാണ്. എന്നാൽ അവന്റെ കൊമ്പുകൾ മതിൽമേൽ പടർന്നു. ദൈവദാസി, ദൈവം നിങ്ങളെ വളർത്തുന്ന, ദൈവം നിങ്ങളെ പടർത്തുന്ന 6ആം മാസം കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ സിറ്റുവേഷന് മാറ്റം തന്ന് കൂട് വിട്ടൊരു പക്ഷി പുറത്തു പോകുന്നത് പോലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴികളും ശുശ്രൂഷയുടെ ചാലുകളും ഓപ്പണാക്കുന്ന ദിനങ്ങളായി മാറുമെന്ന് ആത്മാവ് ദൂത് കൈമാറുന്നു. വിശ്രമിക്കുവാൻ കഴിയത്തില്ലാത്ത ദൈവീയമാകുന്ന നിയോഗം പേറി മുന്നോട്ട് യാത്ര ചെയ്യേണ്ട നിയോഗമുണ്ടെന്ന് ആത്മാവ് ദൂത് കൈമാറുന്നു. ഇന്ന് രാത്രികാലം നോക്കിയ പെട്ടകമെടുത്തു കാളക്കിടാവിന്റെ പൊക്കത്ത് വെച്ചു. ആമേൻ. തലമുറകൾ അവിടെ നിന്ന് കരയുമ്പോൾ ആമേൻ അതിനൊരു കാര്യം മനസ്സിലായി. ആമേൻ. അതല്ല വിഷയം. പക്ഷേ എന്റെ മേൽ ഫലമേൽപ്പിച്ചിരിക്കുന്ന ദൈവീയ നിയോഗമാ വലുത്. ആമേൻ. കരയുന്ന ആ കുഞ്ഞുങ്ങളെ കണ്ടുകൊണ്ട് ആമേൻ അത് തിരിഞ്ഞു പോയില്ല, മറിച്ച് നിയോഗം പേറി അത് നടക്കുവാനായിട്ട് വിചാരിച്ചിരുന്നു. ദൈവം അയക്കപ്പെടുന്ന ചില പ്ലാറ്റ്ഫോമുകൾ, ദൈവം തുറക്കുന്ന ചില വഴികൾ. ഇന്ന് രാത്രികാലം കർത്താവിന്റെ ദാസി ഒരു മക്കോദിന്റെ വെളി നിങ്ങളെ കാത്തു വരാൻ പോകുകയാണ്. ആത്മാവ് ദൂത് കൈമാറുന്നു. വിശ്വസിച്ചു, ഒരു മക്കോദിന്റെ വെളി നിങ്ങളെ തേടി വരാൻ പോകുകയാണ്. പൗലോസ് കണ്ടെത്തിയെന്നത് ആസിയിൽ വചനം പ്രസംഗിക്കരുത് പരിശുദ്ധാത്മാവ് വിലക്കിയപ്പോൾ ഈ മനുഷ്യൻ അവിടെ നിന്നു. ആമൻ. മിഥുനയിലേക്ക് പോകുവാൻ ആഗ്രഹിച്ചു, വേണ്ടെന്ന് വെച്ചു. പക്ഷെ ഇന്ന് രാത്രിക്കാലം ഒരു മക്കോദിനക്കാരൻ ആകുന്ന പുരുഷൻ കൈകാണിച്ചു വിളിക്കുന്ന ഒരു ദർശനം കണ്ടു. അതേ ദൈവത്തിന്റെ ദാസി വിശ്വസിക്കുക. ഇന്ന് രാത്രിക്കാലം ദൈവം തന്ന ചില ദർശനങ്ങളുണ്ട്, ദൈവം തന്ന ചില കാഴ്ചപ്പാടുകളുണ്ട്. ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യണമെന്നുണ്ട്. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തന്ന് ദൈവം നിങ്ങൾക്ക് വേണ്ടി യാത്രകളുടെ വാതിലുകളെ തുറന്നു തന്ന് ശുശ്രൂഷകൾക്കകത്തൊരു കുതിച്ചുചാട്ടം ഉണ്ടാകുമെന്ന് അർത്ഥനാഥ ഘടകം ധുരമനരകത്തിൽ കമന ഘടകസ്യാരക ശബ്ദന. ആമേ. സ്വതം 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 കർത്താവിന്റെ ആത്മാവിനോട് പറയുന്നു, ഏതിൽ ഒരു നദി ഒഴുകി 4 ശാഖകളായി പിരിഞ്ഞു. അതിലൊരു നദിയാ കർത്താവിന്റെ ദാസി പീശോൻ എന്ന് പറയുന്നത്. ഈ പീശോൻ ഒഴുകി ഏതിനെയാണെന്നറിയാവോ? ആമേ. സ്വരം. ആമൻ. പീശോൻ ഒഴുകി അന്ധകാര നിമിടമാകുന്ന ദേശത്തോടെ ഒഴുകിയത്. സ്വത്രം പറഞ്ഞാട്ടെ. അന്ധകാര നിമിടമാകുന്ന ദേശത്തോടെയാ പീശോൻ ഒഴുകിയത് എന്ന് പറഞ്ഞാൽ അവിടെ ഗുൽഗുലുവും ആമേൻ ഗോമേദവും ഒക്കെ ഉണ്ടായിരുന്നു. അന്ധകാരമാകുന്ന നിബിഡമാകുന്ന ദേശത്തിന്റെ അകത്തോടെ ദൈവം നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന ആത്മീയമാകുന്ന ചൈതന്യവും അഭിഷേകവും വെളിപ്പെടുന്ന ഒരു കാലഘട്ടം വെളിപ്പെടാൻ പോവാന്ന് ആത്മാവ് ശക്തമായി ദൂത് കൈമാറുന്നു. അത് കൂഷ് ദേശത്തിൽ കൂടി ഒഴുകി. കൂഷ് ദേശം അന്ധകാര നിബിഡമാകുന്ന ദേശമാ കർത്താവിന്റെ ദാസി. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഇടമാണ് ഈ നദി. അതിൽ ഒഴുകുമ്പോൾ ഞാൻ ആത്മാവിൽ ഇങ്ങനെ ചിന്തിക്കുന്നു, അവൻ അതിനെതിരെ പ്രതികൂലമാകുന്ന തടയണ വന്നിരിക്കുക. എന്നാൽ ഇന്ന് രാത്രികാലം അതിന്റെ വേഗതകളെ കുറയ്ക്കുവാൻ, ആ ഒഴുക്കിന്റെ വേഗതകളെ കുറയ്ക്കുവാൻ, എന്നാൽ 2 കാര്യങ്ങൾ സംഭവിക്കുക. അവൻ അല്പം വേഗത കുറഞ്ഞാലും അവൻ മർത്തം കൊണ്ട് ഒന്നില്ലെങ്കിൽ ഈ തടങ്ങണ പൊളിച്ചുകൊണ്ട് ഈ നദി ഒഴുകും. സ്വതന്ത്രം പറഞ്ഞാട്ടെ. അല്ലെങ്കിൽ ഇത് ഓവർകം ചെയ്ത് ഒഴുകും. ഇന്ന് രാത്രികാലം ആത്മാവിനോട് പറയുന്ന ഈ 5ആം മാസം കേൾക്കുന്ന ദൈവത്തിന്റെ ദൂത് 1 മാസവും കൂടെ കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് വേഗത കൂടി ചില പ്രതിബന്ധങ്ങൾ
തടസ്സങ്ങളെ ഒന്നില്ലെങ്കിൽ മർത്തം കൊണ്ട് അതിനെ പൊളിച്ചൊഴുകും, അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്തൊഴുകുക. എങ്ങനെയാണേലും ഒഴുകിയാലേ മതിയാകത്തുള്ളൂ. ഇന്ന് രാത്രികാലം വിശ്വസിച്ചു ദാഹിക്കുന്ന ഒരു കൂട്ടം ജനത്തെ എഴുന്നേൽപ്പിക്കുവാൻ യേശു പറഞ്ഞു, ദാഹിക്കുന്നവൻ എന്റെ അടുക്കലേക്ക് വരട്ടെ എന്ന്, ഇച്ഛിക്കുന്നവൻ സൗജന്യമായി വാങ്ങി കുടിക്കട്ടെ എന്ന്. ഇന്ന് രാത്രികാലം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കർത്താവിന് മഹത്വം കൊടുത്ത് അങ്ങനെ ഒരു ദൈവ പ്രവൃത്തിയുടെ കാലഘട്ടം യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഇന്ന് രാത്രികാലം ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു, ഒരുവളുടെ ദാഹം തീർന്നപ്പോൾ അവൾ പട്ടണത്തിലേക്ക് ഓടി. സ്തോത്രം പറഞ്ഞാട്ടെ. ഒരു പട്ടണം മുഴുവൻ കർത്താവിലേക്ക് കൊണ്ടുവന്നു. യോഹന്നാൻ 4 നമുക്ക് കാണുന്നു, ഒരു പട്ടണം മുഴുവൻ ശമരിയ സ്ത്രീ ദൈവത്തിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. ഇന്ന് രാത്രികാലം പട്ടണങ്ങളെയും പട്ടണം ഇളക്കുന്ന ദൈവജനത്തെയും കൊണ്ടുവരത്തക്ക നിലവാരത്തിൽ ഒരു അന്ത്യകാല ശുശ്രൂഷകൾക്ക് വേണ്ടി ചിലരെ കർത്താവ് എഴുന്നേൽപ്പിക്കുന്ന ജനങ്ങളായി മാറട്ടെ. വിശ്വസിക്കുന്നവർ കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഇന്ന് രാത്രികാലം നഷ്ടപ്പെട്ടു എന്ന് തോന്നിയതൊക്കെയും അവൻ തിരിച്ചു പിടിച്ചു. സ്തോത്രം പറഞ്ഞാട്ടെ. ഗോലോൻ കുന്നുകൾ ഇസ്രായേൽ തിരിച്ചു പിടിച്ചു. സ്തോത്രം പറ. ഗോലോൻ കുന്നുകൾ ഇസ്രായേൽ തിരിച്ചു പിടിച്ചു. ദാവീദിന്റെ പട്ടണമാകുന്ന യെരൂശലേം അവൻ തിരിച്ചു പിടിച്ചു. ആമേൻ. പിതാക്കന്മാരുടെ അവകാശങ്ങളെ അവൻ തിരിച്ചു പിടിച്ചു. ദൈവത്തിന്റെ ഭവനമാകുന്ന യെരൂശലേം അവർ തിരിച്ചു പിടിച്ചു. ഇന്ന് രാത്രികാലം എത്ര പേർ പറയാൻ പോകുന്നു, അതെ ഞാൻ തിരിച്ചു പിടിക്കാൻ വരാൻ പോകുക, നഷ്ടപ്പെട്ടതൊക്കെയും ഞാൻ തിരിച്ചു പിടിക്കാൻ വരാൻ പോകുക. പഴയ പ്രാർത്ഥനകൾ, പഴയ ആരാധനകൾ, പഴയ വിശുദ്ധി, പഴയ ദൈവവുമായിട്ടുള്ള നല്ല ബന്ധം, അതെ എത്ര പേർ ഈ രാത്രികാലം ദൂത് മനസ്സിലാക്കുന്നു, അതെ ഞങ്ങൾ തിരിച്ചു പിടിക്കാൻ പോകുകയാണ്. ശത്രു അപകരിച്ചു കൊണ്ടുപോയതൊക്കെയും അതേ പദം പരിശുദ്ധാത്മാവ് പറയുന്നു. ശത്രു അപകരിച്ചു കൊണ്ടുപോയതൊക്കെയും അതെ ഞങ്ങൾ തിരിച്ചു പിടിക്കാൻ പോകുക. ഇന്ന് രാത്രികാലം എത്ര പേർ ദൂതിനെ വിശ്വസിക്കുന്നു? ആമേൻ. ഞാൻ ഈ ദൂത് കൈമാറ്റം ചെയ്യുമ്പോൾ ആത്മാവിനോട് പറയുന്നു, ചിലതിനെ തിരിച്ചു പിടിക്കുവാൻ നിനക്ക് ശക്തിയില്ല, നിനക്ക് ബലമില്ല, പക്ഷേ ദൈവം നിന്നോട് കൂടെ നിന്ന് ദൈവം ചിലത് തിരിച്ചു പിടിപ്പിക്കാൻ പോകുകയെന്ന് ആത്മാവ് ദൂത് കൈമാറുന്നു. ഇന്ന് രാത്രികാലം മേഴ്സി എന്ന ഡിവൈസിലായിരിക്കും ദൈവദാസി ആ ദൂതനെ ഇന്ന് രാത്രികാലം ഒന്ന് സ്വീകരിച്ച്, സ്വരം സിജി ലിജു കർത്താവിന്റെ ദാസി ആ ദൂതനെ ഒന്ന് സ്വീകരിച്ച് അതെ ചിലതിനെ തിരിച്ചു പിടിക്കുവാൻ സ്വരം ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു. ആമേൻ. അവന്റെ സ്ഥാനത്തിൽ നിന്ന് തള്ളിയിടുവാൻ അത്രേ അവർ ശ്രമിക്കുന്നത്. സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്, ആമേൻ. അവർ എന്നെ വളഞ്ഞു, അതെ അവർ എന്നെ വളഞ്ഞു, ആമേൻ. തേനീച്ച പോലെ അവർ എന്നെ വളഞ്ഞു. അതേ ദൈവദാസി, നീ അറിയത്തില്ലാത്ത മേഖലകൾ, വിഷയങ്ങൾ നിന്നെ വളഞ്ഞു നിൽക്കുന്ന, ചുറ്റും നിൽക്കുന്ന, മാനസികമായി നിന്നെ വല്ലാതാക്കുന്ന, എന്ത് ചെയ്യണമെന്ന് അറിയാതെ വണ്ണം നിന്നെ മാനസികമായി തകർത്തു കളയുവാൻ ചില പദ്ധതികളെ, ചില കൂട്ടുകെട്ടുകളെ, 4 വ്യക്തിജീവിതങ്ങൾ ഒരുപോലെ കരങ്കോർത്തെങ്കിൽ ഇന്ന് രാത്രിക്കാലം പൗലോസിനെ ഒടുക്കിക്കളയുമ്പോഴും ഞങ്ങൾ ആഹാരം കഴിക്കത്തില്ലെന്ന് പറഞ്ഞാൽ അവൻ യഹൂദന്മാരുടെ ശബദത്തെ കെടുത്തിക്കളഞ്ഞൊരു ദൈവം ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിച്ചു, നിനക്ക് വിരോധമായി പാളയമിറങ്ങിയ 1000 വിഷയങ്ങളെ കണ്ടുകൊണ്ട് ഭയപ്പെടേണ്ട. ഈ രാത്രികാലം ഒരു മഹാസൈന്യത്തിന്റെ ഘോഷം വിശ്വസിച്ച്, ഒരു മഹാസൈന്യത്തിന്റെ ഘോഷം പ്രാർത്ഥിച്ച കർത്താവിനോട്, ഞാൻ ഇന്ന് വരെ ശമരി അനുഭവിക്കാത്ത പ്രതിസന്ധിയാണ്, ശമരി അനുഭവിക്കാത്ത പ്രതികൂലമാണ്. ശത്രു അവരെ വളഞ്ഞപ്പോൾ ശമരിക്കകത്ത് വലിയ ക്ഷാമമുണ്ടായി, ഒത്തിരി വേദന ഉണ്ടായി, ആമേശ്വരം ഇങ്ങനെ വളരെ ഭാരമുണ്ടായി. എന്നാൽ ഒരു മഹാസൈന്യത്തിന്റെ ഘോഷ ഏലീശ പറഞ്ഞ പ്രവചന ദൂത് പിറ്റേ ദിവസം ശമരിയുടെ പടിവാതിക്കൽ വെളിപ്പെട്ടെങ്കിൽ, അതെ ഞാൻ ദൈവത്തിന്റെ ദാസനായി വചനത്തെ ആ ദൈവദാസിയിലേക്ക്, ഈ കുടുംബങ്ങളിലേക്ക് അയക്കുന്നു. നാളെ ഈ നേരത്തൊരു ദൈവപ്രവൃത്തി, ചിലതിനെ തകിടം മറിക്കുന്ന ഒരു ദൈവപ്രവൃത്തി, എനിക്കറിയത്തില്ല. കർത്താവിന്റെ ആത്മാവിനോട് പറയുന്നു, ആമേൻ. കർത്താവിന്റെ ദാസൻ ആമേൻ റെജി കോശി എന്ന ഡിവൈസിലായി ദൈവദാസനെ ചിലതിനെ തകിടം മറിക്കുന്ന ഒരു ദൈവപ്രവൃത്തി, നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ദൈവപ്രവൃത്തി. വരുവിൻ ഇസ്രായേൽ ഒരു ജാതിയാകരെന്ന് പറഞ്ഞപ്പോ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കാൻ പെടാൻ പോകുക. ഇന്ന് രാത്രികാലം ഏതൊക്കെയോ കൊടികൾ ആമേൻ ദൈവാത്മാവ് താഴ്ത്തിക്കെട്ടിട്ട് യഹോവയായി വെളിപ്പെടാൻ പോവാന്ന് പരിശുദ്ധ ദൈവദാസനെ നോക്കി ആലോചന കൈമാറുന്നു. ദൈവാത്മാവ് എന്നെ കാണിക്കുന്ന ഒരു കാഴ്ച ഇങ്ങനെയാണ്, മനോഹരമാകുന്ന പുൽപ്പാടങ്ങൾ, മനോഹരമാകുന്ന വയലുകൾ. ഇന്ന് രാത്രികാലം ഒരു കൊയ്ത്തിനായി ഒരുങ്ങപ്പെടുവാൻ ആത്മാവ് ശക്തമായി ദൂത് കൈമാറുന്നു. ദൈവത്തിന്റെ ദാസനെ ആമേൻ, ആമേൻ, ആമേൻ. ചിലര് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾക്കും പൗരോഹിത്യം നേടുവാനായിട്ട് പ്രാപ്തിയുണ്ട്, പക്ഷെ ദൈവം പറഞ്ഞു, ആമേൻ, ഞാൻ സെലക്ട് ചെയ്തവന്റെ വാടി തളർക്കും. ആമേശ്വരം അത് ബലം തളർക്കുക മാത്രമല്ല, അത് പൂക്കുക മാത്രമല്ല,
അത് ഫലം കായ്ക്കുവാനിടയായി തീരും. അതേ വേഗത്തിൽ ആത്മാവിനോട് പറഞ്ഞു 6 വർഷം കൊണ്ട് നടത്തപ്പെടേണ്ട ഒരു പ്രോസസ്സിങ് 6 സെക്കൻഡിനകത്ത് നടത്തപ്പെട്ടു. എനിക്കറിയത്തില്ല കർത്താവിന്റെ ദാസനെ, ആത്മാവിനോട് ഇങ്ങനെ പ്രവചിക്കാൻ പറയുന്നു. ചില വർഷങ്ങളായി നടത്തപ്പെടേണ്ടത്, ചില നാളുകളായി നടത്തപ്പെടേണ്ടത് വേഗത്തിൽ അഗ്നോന്റെ തടി വടിക്കകത്ത് തിരസ്കരണത്തിന്റെ അകത്ത്, വേദനകൾക്കകത്ത് ഒരു ഉയർപ്പുണ്ടെന്ന് ആത്മാവ് ദൂത് കൈമാറുന്നു. നിങ്ങൾ കടന്നുപോയ ചില ഗതശമനങ്ങളുണ്ട്. നിങ്ങൾ കടന്നുപോയ ചില ഗതശമന അവസാനമല്ല കേട്ടോ. ഗതശമനക്കപ്പുറം ഒരു ഉയർപ്പുണ്ട്. മാറ്റുവാൻ കഴിയത്തില്ലാത്ത വചനം എന്നോട് ഇങ്ങനെ പറയുന്നു ഫിലിപ്പിയ ലേഖനം. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി. ഇന്ന് രാത്രികാലം വിശ്വസിച്ച കർത്താവിന്റെ ദാസനെ ദൈവം ഏറ്റവും ഉയർത്താൻ പോകുക. സ്തോത്രം. ഇസ്രായേലിനെ ഭൂമുഖത്തുനിന്ന് ആർക്കും മാറ്റാൻ പറ്റത്തില്ല എങ്കിൽ, നീക്കാൻ പറ്റത്തില്ല എങ്കിൽ, ഈ വാഗ്ദത്തം ദൈവാത്മാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. ചില പ്ലാനുകൾ ദൈവം തന്നിട്ടുണ്ട്. ചില പ്ലാനുകൾ ദൈവം മോശയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ കാണിച്ച മാതൃക, സ്തോത്രം പറഞ്ഞാട്ടെ, മാതൃക തെറ്റി ഒത്തിരി എണ്ണം ഓടുമ്പോൾ ദൈവം കാണിച്ച മാതൃകൾക്കകത്ത് ദൈവത്തിന്റെ തീ സമാഗമന കൂടാരത്തിനകത്ത് ഇറങ്ങി വന്നതുപോലെ ദൈവമാവനോട് പറയുന്നു, മാതൃകൾക്കകത്ത് ദൈവ സാന്നിധ്യം കത്തി ഇറങ്ങുന്ന നിമിഷങ്ങൾ ഉണ്ടെന്ന് ആത്മാവ് ദൂത് കൈമാറുന്നു. മോശയോട് പറഞ്ഞ് ഞാൻ കാണിച്ച മാതൃക പ്രകാരം നീ സമാഗമന കൂടാരം പണിയുക. ഇന്ന് രാത്രികാലം ആത്മാവിനോട് പറയുന്നു, വെട്ടകം പണിയപ്പെടേണ്ടത് നോഹേ ഞാൻ കാണിച്ച മാതൃക പ്രകാരം അതിന്റെ ഡിസൈൻ ഒക്കെയും ദൈവം തന്നിട്ടുണ്ട്. ചില വിഷനുകൾ ദൈവം തന്നിട്ടുണ്ട്. ചില കാര്യാദികൾ ദൈവം തന്നിട്ടുണ്ട്. ഇറങ്ങി വന്ന തീ ശലോമോൻ അല്ലെങ്കിൽ മനുഷ്യർ കത്തിച്ച തീയല്ല, അത് സ്വർഗത്തിൽ ഇറങ്ങി വന്ന തീയാണ്. ഇന്ന് രാത്രികാലം വിശ്വസിച്ച കർത്താവിന്റെ ദാസരെ, ഒരു അന്ത്യകാല ശുശ്രൂഷകൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിന്റെ അകത്ത് അതിശക്തിയോടെ യേശുവിന്റെ രക്തം ജയം. പലതിനെയും പിന്തള്ളിക്കൊണ്ട് മുന്നിലോട്ട് ഒരു ഓട്ടമുണ്ട് കേട്ടോ. പലതിനെയും പിന്തള്ളിക്കൊണ്ട് മുന്നിലേക്ക് ഒരു ഓട്ടമുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂത് കൈമാറുന്നു. ഇന്ന് രാത്രികളിൽ വിശ്വസിക്കുന്നവർ കർത്താവിനെന്ന് നന്ദി പറഞ്ഞാട്ടെ. കർത്താവിന്റെ സാന്നിധ്യം ഇതിന്റെ അകത്ത് ശക്തമായി വ്യാപരിക്കുന്നുവല്ലോ. യേശുവിന്റെ നാമത്തിൽ എല്ലാ ഡയബറ്റീസ് കേസുകൾ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ആകട്ടെ. പാങ്ക്രിയാസിന്റെ അകത്ത് ദൈവത്തിന്റെ സൗഖ്യം ഇന്ന് രാത്രികാലം വെളിപ്പെടുവാൻ ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സൗഖ്യത്തിന്റെ സാന്നിധ്യം യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ്. സ്തോത്രം. ആമേൻ. ഘോലം കുന്നുകൾ അവർ പിടിച്ചെങ്കിൽ, ദൈവത്തിന്റെ പട്ടണം അവർ പിടിച്ചെങ്കിൽ, സ്തോത്രം പറഞ്ഞാട്ടെ, യെരുശലേം അവർ മടക്കി പിടിച്ചെങ്കിൽ, ദൈവത്തിന്റെ ആലയം ഇരിക്കുന്ന യെരുശലേം അവർ മടക്കി പിടിച്ചെങ്കിൽ, വിശുദ്ധ സ്ഥലം അവർ മടക്കി പിടിച്ചെങ്കിൽ, ഇന്ന് രാത്രികാലം ദൈവാത്മാവനോട് പറയുന്നു, കാലങ്ങളായി, നാളുകളായി, തലമുറകളായി അനുഭവിക്കേണ്ട ചിലതിനെയൊക്കെ ശത്രു അപകരിച്ചു കൊണ്ടുപോയെങ്കിൽ, ഇന്ന് രാത്രികാലം ചിലതിനെ തിരിച്ചു പിടിക്കുന്ന, ചിലതിനെ മടക്കി പിടിക്കുന്ന ഒരു ദൈവ പ്രവർത്തിയുടെ കാലഘട്ടം ഓപ്പൺ ആകട്ടെ. സ്തോത്രം. ചരിത്രത്തിന്റെ താളുകൾക്കകത്ത് എഴുതി വെച്ചു. അതിന്റെ നടുവിൽ നിന്നുകൊണ്ട് ഈ ആമേൻ പട്ടാള മേധാവിയാകുന്ന ചാപ്ലിൻ ഈ 83-ാം സങ്കീർത്തനം വായിച്ച് അവരുടെ നടുവിൽ നിന്നുകൊണ്ട് പ്രബോധിപ്പിച്ചു. വരുവിൻ ഇസ്രായേൽ ഒരു ജാതിയാകെ നാം അവരെ മുടിച്ചു കളയുക, അവരുടെ പേരിനി ആരും ഓർക്കരുന്ന് ശത്രു പറഞ്ഞ സ്ഥാനത്ത് ഇന്ന് രാത്രികാലം ദൈവ വിലാപങ്ങളുടെ പുസ്തകം 3:21 ഒരു വാക്യമുണ്ട്. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്, ദൈവത്തിന്റെ കരുണയാണ്. എന്നോടുള്ള അവന്റെ കൃപ തീർന്നു പോയിട്ടില്ല. ഇന്ന് രാത്രികാലം എത്ര പേർ വിശ്വസിക്കുന്നു? അതെ, ഇന്ന് രാത്രികാലം തീർന്നു പോയിട്ടില്ല. ദത്തമ്മ എന്ന ഡിവൈസിലായിരിക്കുന്ന മാതാവ് തീർന്നു പോയിട്ടില്ല. ദൈവത്തിന്റെ കൃപ തീർന്നു പോയിട്ടില്ല. വിശ്വസിക്കുന്നവർ കർത്താവിനൊന്ന് നന്ദി പറഞ്ഞാട്ടെ. കർത്താവിന്റെ വചനത്തിന്റെ അകത്ത് കാണുന്ന ഇങ്ങനെയാണ്. എന്റെ ശബ്ദം ഓഡിബിൾ ആണല്ലോ. നാം മുടിഞ്ഞു പോകാതിരിക്കേണ്ടത് തിരിഞ്ഞൊന്ന് നോക്കണം. അവൻ ഒന്നേ പറയാനുള്ളൂ, ഇത്രത്തോളം വരുമെന്ന് നാം ആരും പ്രതീക്ഷിച്ചതല്ല. സ്വതന്ത്രം പറഞ്ഞാട്ടെ, ഇത്രത്തോളം എത്തുമെന്ന് നാം ആരും പ്രതീക്ഷിച്ചതല്ല. തീർത്ത് കളയുവാൻ പിശാചിന് പദ്ധതി ഉണ്ടായിരുന്നു, തകർന്ന് കളയുവാൻ പിശാചിന് പദ്ധതി ഉണ്ടായിരുന്നു. എന്നാൽ നമ്മളെ ദയ തോന്നി, കരുണ തോന്നി മാനിച്ചൊരു ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോട് സ്വതന്ത്രം പറഞ്ഞേ. ആമേൻ. ദൈവം നമ്മളെ ഏറ്റവും ശ്രേഷ്ഠകരമായി മാനിച്ചില്ലേ?
ദൈവം ഏറ്റവും ശ്രേഷ്ഠകരമായി ദൈവം ആദരിച്ചില്ലേ? ഇന്ന് രാത്രികാലം കുഞ്ഞെ, നീ തകർന്നിരിക്കുമ്പോഴല്ല മനുഷ്യർ സന്തോഷിക്കുന്നത്, നീ ഉയർച്ചയിൽ എത്തുമ്പോഴാണ്. ഇന്ന് രാത്രികാലം ഞാൻ ആത്മാവിൽ ദൂത് കൈമാറാം. എത്ര പേർ വിശ്വസിക്കുന്നു ഇത്രത്തോളം കൊണ്ടുവരുവാൻ? സ്തോത്രം പറഞ്ഞാട്ടെ. Praise the Lord. Praise the Lord. Praise the Lord. ആമേൻ, ആമേൻ, ആമേൻ. വിലാപങ്ങളുടെ പുസ്തകത്തിന്റെ അകത്ത് കാണുന്നത് ഇങ്ങനെയാണ്: നാം മുടിഞ്ഞു പോകാതിരിക്കുന്ന ദൈവത്തിന്റെ കൃപയാണ്. സ്തോത്രം പറഞ്ഞാട്ടെ. എന്നോടുള്ള അവന്റെ ദയ തീർന്നു പോയിട്ടില്ല. ഇന്ന് രാത്രികാലം എത്ര പേർ വിശ്വസിക്കുന്നു എന്റെ ദൈവത്തിന് എന്നോട് ദയുണ്ട്? അന്നമ്മ ജോസ്, കർത്താവിന്റെ ദാസി, ആ ദൂതനെ ഒന്ന് സ്വീകരിച്ച്, എന്റെ ദൈവത്തിന് എന്നോട് പ്രിയമുണ്ടെന്ന്, എന്റെ ദൈവത്തിന് എന്നോട് പ്രിയമുണ്ടെന്ന്. ആമേൻ, 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 ആമേൻ. പത്രോസിനോട് ദൈവം ചോദിച്ചു കേട്ടോ, ആമേൻ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന്. പത്രോസ് പറഞ്ഞു, എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന്. നല്ലൊരു മനസ്സുണ്ട് കർത്താവിന്റെ ദാസി. ഇന്ന് രാത്രികാല ദൈവം ഒത്തിരി മാനിക്കട്ടെ. ഇന്ന് രാത്രികാല എത്ര പേര് ആ ദൂതനെ സ്വീകരിക്കുന്നു? ആമേൻ. ഈ രാത്രികാലം ശ്രദ്ധിച്ച്, നാം മുടിഞ്ഞു പോകാതിരിക്കുന്ന ദൈവത്തിന്റെ കൃപയാണ്. സ്തോത്രം പറഞ്ഞാട്ടെ. യോഹന്നാൻ 10:10 ഒരു വാക്യമുണ്ട്: അറപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. സ്തോത്രം പറ. അറപ്പാൻ, മുടിപ്പാൻ, മോഷ്ടിപ്പാൻ അല്ലാതെ കള്ളൻ വരുന്നില്ല. ഇന്ന് രാത്രികാലം ആമേൻ, ആമേൻ, ജീവൻ നൽകുന്ന, സമൃദ്ധിയായി ജീവൻ നൽകുവാനാണ് യേശു വന്നത്. സ്തോത്രം പറ. പിശാചിന് ഒരിക്കലും ഇടം കൊടുക്കരുത്. പിശാചിന് ഒരിക്കലും അവസരം കൊടുക്കരുത്. നമ്മുടെ ജീവിതത്തിൽ പിശാചിന് ഇടം കൊടുത്താൽ പിശാച് മുടിക്കും. സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. നമ്മുടെ കുടുംബത്തിന്റെ അകത്ത് പിശാചിന് ഇടം കൊടുത്താൽ പിശാച് മുടിക്കും. സ്തോത്രം പറഞ്ഞാട്ടെ. നമ്മുടെ തലമുറയുടെ ജീവിതത്തിനകത്ത് പിശാചിന് ഇടം കൊടുത്താൽ പിശാച് മുടിക്കും. സ്തോത്രം പറഞ്ഞാട്ടെ. ആർക്കും വേണ്ടി ദൈവത്തെ തള്ളി പറയരുത്. സ്തോത്രം പറഞ്ഞാട്ടെ. പീലാത്തോസ് ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? ആമേൻ. പീലാത്തോസ് ചെയ്തു പുരുഷാരത്തെ തൃപ്തിപ്പെടുത്താൻ യേശുവിനെ വേണ്ടെന്ന് വെച്ചു. സ്തോത്രം പറഞ്ഞാട്ടെ. ആരെയും തൃപ്തിപ്പെടുത്താൻ നാം യേശുവിനെ തള്ളിക്കളയരുത്. രണ്ട് കൈസരുടെ സ്നേഹിതനാകുവാൻ അവൻ യേശുവിനെ തള്ളിപ്പറഞ്ഞു. ചില സ്നേഹബന്ധം നിലനിർത്താൻ അവൻ യേശുവിനെ തള്ളിപ്പറഞ്ഞു. ഇന്ന് രാത്രികാലം നമുക്ക് കിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ മഹാഭാഗ്യമാണ് യേശു ക്രിസ്തു. സ്തോത്രം പറഞ്ഞാട്ടെ. ഞങ്ങൾക്ക് ഇത്ര ആവേശത്തിൽ പ്രസംഗിക്കുന്നതിന്റെ കാര്യം, നാം അതേ ക്രൈസ്തവ മേഖലകൾക്കകത്ത് ഞങ്ങളുടെ പള്ളി വലിയ പള്ളി എന്നൊക്കെ അഭിമാനിച്ചുകൊണ്ട് എങ്ങനെ ജീവിച്ചാൽ സ്വർഗത്തിൽ പോകുമെന്നൊരു ധാരണയുണ്ടായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ ആരും ബെന്തക്കോസുകാരില്ല കേട്ടോ. അല്ല, ബെന്തക്കോസുകാരെ കളിയാക്കിയ ആമേൻ ചരിത്രം മാത്രമേ ജീവിതത്തിന്റെ അകത്തുള്ളൂ. എന്നാൽ 2004 ആമേൻ ഞങ്ങൾ സിനിമയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പാപ്പന്റെ മോൻ ഇങ്ങനെ വന്ന് പറഞ്ഞു, ഇന്ന സ്ഥലത്ത് ബെന്തക്കോസുകാരുടെ മീറ്റിംഗ് ഉണ്ട്. അങ്ങനെ യാദൃശ്യ ചെന്നതാണ്. പപ്പ വഴക്ക് പറഞ്ഞുകൊണ്ട് അതിന്റെ വിഷമത്തിൽ ഇറങ്ങിപ്പോയതാ. ആമേൻ. ഇഷ്ടമുണ്ടായിട്ട് പോയതല്ല, അമ്മയ്ക്ക് കൂട്ടുപോയതാ. സ്തോത്രം പറഞ്ഞാട്ടെ. എല്ലാവരും ആമേൻ ആ വീട്ടിന്റെ അകത്തോടെ കയറി വന്നപ്പോ അടുക്കളയിൽ പോയി പമ്മിയിരുന്ന ഞാനാ. സ്തോത്രം പറഞ്ഞാട്ടെ. അവിടെയും എന്നെ തേടി വന്ന് വേർതിരിച്ചൊരു കർത്താവുണ്ട്. ഞാൻ എന്റെ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഏറ്റവും എതിർത്ത എന്റെ ജ്യേഷ്ഠനാണ്. സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. അദ്ദേഹം എന്നെ ഒത്തിരി വേദനിപ്പിച്ചു. ഞങ്ങളുടെ കൂടാരത്തിന്റെ അകത്ത് ആരും ബെന്തക്കോസുകാരില്ല. പക്ഷേ ആമേൻ, ഞാൻ പറയാ, കർത്താവ് അദ്ദേഹത്തെ തൊട്ടു. നല്ലൊരു ജോലിയുടെ മേഖല വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ജോലിക്ക് പോകുന്നില്ല, ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് പോവുക. ഇന്ന് മൂവാറ്റുപുഴയിൽ ആമേൻ IP സഭയുള്ള ബന്ധത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷ നയിക്കുകയാണ്. സ്തോത്രം പറഞ്ഞാട്ടെ. ഞങ്ങളുടെ മാതാവ് 2005 വിശ്വാസത്തിൽ വന്നു. 2006 മൊത്തം പ്രതികൂലമായി. അപ്പം പറഞ്ഞു, എല്ലാം ആമേൻ ഇല്ലാതാക്കിയ നീ ഒരുത്തൻ മാത്രമാ. സ്തോത്രം പറഞ്ഞാട്ടെ. 2006 പപ്പായും രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വന്നു. സ്തോത്രം പറഞ്ഞാട്ടെ. അങ്ങനെ ദൈവം ഞങ്ങളെ വളർത്തിയെടുത്തു. ഓരോരോ മേഖലകളുണ്ട്, ഓരോരോ മേഖലകൾ. സ്തോത്രം പറഞ്ഞാട്ടെ. ഓരോരോ മേഖലകൾ. അതിന്റെ അകത്ത് ഞാൻ പറയാം, ഇന്ന് 6-ലധികം ശുശ്രൂഷകരുണ്ട്, 50-ലധികം വിശ്വാസികളുണ്ട്. ആദ്യമായി വിശ്വാസത്തിൽ വന്ന ഞാൻ ഒത്തിരി വേദനകളും നിന്ദകളും ഒറ്റപ്പെടൽ രോഗമൊക്കെ സഹിച്ചു. എന്നാൽ അതിന്റെ നടുവിൽ ദൈവം എന്നെ കരം പിടിച്ചു. സ്തോത്രം പറഞ്ഞാട്ടെ. അതിന്റെ നടുവിൽ ദൈവം എന്നെ കരം പിടിച്ചു. യേശു ആരെന്നറിയാതെ തിരുവനന്തപുരത്ത് പ്രസംഗിക്കാൻ പോയതാ. പ്രസംഗിക്കുന്ന ആമേൻ ആ വീട്ടിന്റെ അകത്തുനിന്ന് ആമേശ്വരം പ്രസംഗിക്കാൻ അറിയത്തില്ല എന്നുള്ള ഒറ്റ കാരണത്താൽ, ബൈബിൾ അറിയത്തില്ല എന്ന ഒറ്റ കാരണത്താൽ ആമേശ്വരം എന്റെ ബാഗും പാക്ക് ചെയ്ത് അടുക്കള വഴി ഇറങ്ങി ഓടാനായിട്ട് നിന്നതാ. സ്തോത്രം പറഞ്ഞാട്ടെ. അങ്ങനെയൊക്കെ ജീവിതത്തിന്റെ അകത്ത് ദൈവത്തിന്റെ ആത്മാവ് വഴി നടത്തി. സ്തോത്രം പറഞ്ഞാട്ടെ. അർഹിക്കാത്ത ഒത്തിരിയിടത്ത്, ശ്രേഷ്ഠകരമാകുന്ന ഒത്തിരിയിടത്ത് സ്വർഗത്തിലെ ദൈവം ആദരിച്ചു, ദൈവം മാനിച്ചു. സ്തോത്രം പറഞ്ഞാട്ടെ. ഞാൻ ഒറ്റപ്പദം പറഞ്ഞ് ഞാൻ നിർത്താൻ കേട്ടോ. ഞാൻ ഇസ്രായേൽ എന്ന വിഷയത്തിലേക്ക് കയറുവാണെങ്കിൽ ആമേൻ ഇനിയും സമയങ്ങൾ ആവശ്യമാണ്. ആമേൻ ഇതുവരെ ആമേൻ കൊണ്ടുവരുവാൻ നമുക്ക് ഒരു യോഗ്യതയുമില്ല. സ്തോത്രം പറ.
ഇതുവരെ കൊണ്ടുവരുവാൻ ദൈവം ഒരു യോഗ്യതയുമില്ല. ദൈവം ഞങ്ങളെ അയക്കുന്ന ദേശങ്ങളുണ്ട്, ദൈവം ഞങ്ങളെ അയക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്, മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി ദൈവം അയക്കുന്ന ഇടങ്ങളുണ്ട്, മരണം മുഖാമുഖമായി കണ്ടിരുന്ന ഒത്തിരി ഇടങ്ങളുണ്ട്. അവിടെയൊക്കെയും ദൈവം ഞങ്ങളെ സൂക്ഷിച്ചു. സ്തോത്രം പറഞ്ഞാട്ടെ. 2025 തിരിഞ്ഞു നോക്കിയാൽ, 26 തിരിഞ്ഞു നോക്കിയാൽ, ചിലരെ സ്നാനപ്പെടുത്തുവാൻ, ചിലരെ ശുശ്രൂഷകൾക്ക് വേണ്ടി കരം പിടിക്കുവാനൊക്കെയും കർത്താവ് അടിയനെ ബലപ്പെടുത്തി. സ്തോത്രം പറഞ്ഞാട്ടെ. ഏറ്റവും ശ്രേഷ്ഠകരമാകുന്ന ശുശ്രൂഷകളൊക്കെയും ചെയ്യുവാൻ ഈ കൊച്ചു പ്രായത്തിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് അവസരം തന്നു. കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നടന്ന അനുഗ്രഹിക്കപ്പെട്ട വിവാഹ ശുശ്രൂഷ ചെയ്യുവാൻ 700-800 പേർ സാക്ഷി നിർത്തുന്ന ശുശ്രൂഷയൊക്കെയും ചെയ്യുവാൻ പ്രാപ്തമാക്കി. ഇതിലൊന്നും തിരിഞ്ഞു നോക്കിയാൽ ഒന്നുമില്ല ദൈവമക്കളെ. ദൈവം വിളിച്ച വിളിക്കൊത്തവണ്ണം ഞാൻ ഒറ്റ കാര്യം പറയാം: കർത്താവിനെ വിട്ട് ഒരു പദ്ധതിക്കും വേണ്ടി പോകരുത്, കർത്താവിനെ വിട്ട് ഒരു ലാഭത്തിന് വേണ്ടി നാം ഓടരുത്, കർത്താവിനെ വിട്ട് ഒരു നേട്ടത്തിന് വേണ്ടി നാം ഓടരുത്. നമ്മുടെ സമയങ്ങളെ വെറുതെ പാഴാക്കി കളയരുത്. ഇത് അന്ത്യ കാലഘട്ടമാണ്. അവസാന റൗണ്ടിലേക്ക് ദൈവസഭ എഴുത്തപ്പെട്ടു. 2000 വർഷമായി യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവ് പ്രസംഗിക്കുന്നു. 2000 വർഷമായി ഇന്നും ദൈവജനത്തിന്റെ അകത്തുനിന്ന് ആ പ്രത്യാശ മാറിയിട്ടില്ല. ഇന്നും പ്രസംഗിക്കുമ്പോൾ അകത്തളം കത്തിക്കൊണ്ട് നിൽക്കുകയാണ്. ഞാൻ ഒറ്റ കാര്യം പറയാ: ഈ തലമുറയിൽ യേശു വരും, അതിന് യാതൊരു തർക്കവുമില്ല. ലോക സംഭവങ്ങൾ, തിരുവെഴുത്തുകളൊക്കെയും അതിന് സാക്ഷ്യം വഹിക്കുമ്പോൾ ആമേൻ പ്രാണപ്രിയൻ മധ്യാകാശത്തിൽ വെളിപ്പെടാൻ സമയമായെന്ന് ആത്മാവ് സഭയോട് ദൂത് കൈമാറുന്നു. ഇന്ന് രാത്രിക്കല്ല ലോകത്തിന്റെ പുറകെ ഓടരുത്, പണം നേടുവാൻ പോകരുത്. ഇല്ലായ്മകൾ എല്ലാവർക്കും ഉണ്ട്. ഇല്ലായ്മ നികത്തുവാൻ യേശുവിനെ വിട്ട് ഓടരുത്. ഇല്ലായ്മയെല്ലാം കർത്താവ് അറിഞ്ഞുകൊണ്ട്. സ്തോത്രം പറ. എല്ലാ ഇല്ലായ്മകളും കർത്താവ് അറിഞ്ഞുകൊണ്ടാ. അതുകൊണ്ട് ഇന്ന് രാത്രിക്കാലം ഞാൻ ഒറ്റ കാര്യം പറയാ: നമ്മുടെ പ്രാണപ്രിയൻ വരുവാൻ സമയമായി, കാഹളം ധ്വനിക്കുവാൻ സമയമായി, സ്വർഗീയ കമ്പാർട്ട്മെന്റ് ഇളകി വരാൻ സമയമായി, വിശുദ്ധന്മാരെ ചേർക്കുവാൻ യേശു മധ്യാകാശത്തിൽ വെളിപ്പെടാൻ സമയമായി. ഇന്ന് രാത്രിക്കാല ശുശ്രൂഷകരെ ആത്മാവിലൊന്ന് എഴുന്നേറ്റ് ദേശങ്ങളുടെ വിടുതലിന് വേണ്ടി, പട്ടണങ്ങളുടെ വിടുതലിന് വേണ്ടി, രാജ്യങ്ങളുടെ വിടുതലിന് വേണ്ടി, ഒരു അന്ത്യകാല ശുശ്രൂഷകൾക്ക് വേണ്ടി ഈ ശുശ്രൂഷയിൽ നമ്മുടെ രക്തം, നമ്മുടെ പ്രാണൻ ഒഴുക്കേണ്ടി വന്നാലും സ്തോത്രം പറ. ഇന്ന് രാത്രികാലം പ്രത്യാശ നമ്മുടെ അകത്ത് വർദ്ധിക്കട്ടെ, പ്രത്യാശയൊന്ന് വർദ്ധിക്കട്ടെ. ദൂത സംഘമാകവേ നമ്മളെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിൽക്കുന്നേ. ഇന്ന് രാത്രികാലം ആ പ്രത്യാശയുള്ളവർ ചില മിനിറ്റുകൾ ദൈവത്തെ ഒന്ന് ആരാധിച്ച്, ഈ രാത്രികാലം ആ പ്രത്യാശയുള്ളവർ ദൈവത്തിന് മഹത്വം കൊടുത്ത്, ഒരു ലാഭം നമുക്ക് വേണ്ടെന്ന് പൗലോസ് പറഞ്ഞു. എനിക്ക് ലാഭമായി നോക്കിയും ഞാൻ യേശു ക്രിസ്തു നിമിത്തം ചെയ്യണമെന്ന്. ലോകം വേണ്ട ദൈവമക്കളെ, ഈ അവസാന കാലഘട്ടത്തിന്റെ അകത്ത് പ്രസംഗിച്ച് നാം കൈവിടപ്പെട്ടു പോകരുത്. കാത്തുനിന്ന് നാം കൈവിട്ടപ്പെട്ടു പോകരുത്. അതെ, ഇന്ന് രാത്രിക്കല ക്ഷമിക്കപ്പെടേണ്ടവരെ ക്ഷമിക്കാം. ഇന്ന് രാത്രിക്കല നല്ലൊരു ആത്മീയ ജീവൻ നയിക്കാം. വിശുദ്ധിയുടെ ആത്മാവാകുന്ന ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇതിന്റെ അകത്ത് വ്യാപരിക്കട്ടെ. ഒരു അന്ത്യകാല ശുശ്രൂഷകൾക്ക് വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ എഴുന്നേൽപ്പിക്കട്ടെ. ഇന്ന് രാത്രിക്കല യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ശമരിയ സ്ത്രീയെ പോലെ പട്ടണം മുഴുവൻ യേശുവിലേക്ക് കൊണ്ടുവരുന്ന, യോനയെ പോലെ അതെ ഒരു രാജ്യത്തെ മൊത്തം ദൈവത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദൈവ പ്രവൃത്തിയുടെ കാലഘട്ടം വെളിപ്പെടട്ടെ. അതെ, ദൈവത്തിന്റെ ആത്മാവ് ആരെയൊക്കെയോ ശക്തീകരിക്കുന്നു. മുന്നോട്ടോടുവാൻ ബലം തരുന്ന, മുന്നോട്ടോടുവാൻ ധൈര്യം തരുന്ന, മുന്നോട്ടോടുവാൻ ശക്തി തരുന്ന ഒരു അസാധാരണമാകുന്ന അഭിഷേകം. നിരാശകളുടെ കെട്ടുകൾ അഴിയട്ടെ യേശുവിന്റെ നാമത്തിൽ. രോഗബന്ധനങ്ങൾ അഴിയട്ടെ, ചില വെല്ലുവിളികൾ അഴിയട്ടെ, ചില ശാപത്തിന്റെ വാക്കുകൾ ക്യാൻസൽ ആകട്ടെ. അഭിഷേകത്തിന്റെ ശക്തി ഈ രാത്രികളും വ്യാപരിക്കട്ടെ. ദൈവം ശമിക്കാത്തവനെ ഞാൻ അങ്ങനെ ശമിക്കാം. ചില ശാപവാക്കുകൾ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ആകട്ടെ. ചില മണ്ണിന്റെ അകത്ത് ദൈവ സാന്നിധ്യം വെളിപ്പെടട്ടെ. ആത്മമണ്ഡലത്തിന്റെ അകത്ത് വലിയൊരു ഉണർവുണ്ടാകട്ടെ. പ്രാർത്ഥനാ മേഖലകൾ, ജീവിതങ്ങൾ മടങ്ങി വരട്ടെ. വിശുദ്ധിയുടെ ജീവിതങ്ങൾ മടങ്ങി വരട്ടെ. ആരാധനയുടെ ജീവിതങ്ങൾ മടങ്ങി വരട്ടെ. ദൈവകൃപയുടെ യാനങ്ങൾ യേശുവിന്റെ നാമത്തിൽ. അജിത് കുമാർ എസ്.പി. ഒരു അന്ത്യകാല ശുശ്രൂഷകൾക്ക് വേണ്ടി ആത്മനിയോഗത്തോടെ എഴുന്നേൽക്കുവാൻ പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു. അലൻ ബാംഗ്ലൂർ ദൈവാത്മാവ് ദൂത് കൈമാറുന്നു. ഒരു അന്ത്യകാല ശുശ്രൂഷകൾക്ക് വേണ്ടി ആത്മനിയോഗത്തോടെ എഴുന്നേൽക്കുവാൻ പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു. പത്രോസ് വെൺമാടത്തിൽ കയറി അവൻ പ്രാർത്ഥിക്കുവാൻ തയ്യാറായി. പ്രാർത്ഥനയുടെ അവസാനം അതേ ഒരു കൊർന്നലോസിന്റെ ഭവനം അവന് വേണ്ടി കണക്റ്റായി. ഒരു ദൈവ പ്രവൃത്തിയുമായി, ദൈവ വാഗ്ദത്തവുമായി കണക്റ്റാകട്ടെ.
താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ജീസസ്. കർത്താവേ, ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവിധമാകുന്ന ആവശ്യങ്ങൾക്ക് നടുവിൽ ഭാരത്തോടെ വേദനയോടുകൂടി ആയിരിക്കുന്ന ദൈവജനത്തിന്റെ മേൽ അങ്ങയുടെ വിടുതലുകൾ വ്യാപരിക്കട്ടെ, അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ആലീസ് ബേബി എന്ന ആന്റിയെ ദൈവാത്മാവ് തൊട്ടാട്ട് ഒരു പൂർണ്ണ സൗഖ്യം ആ ദൈവദാസിയുടെ മേൽ കൽപ്പിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ കാലിന്റെ മേൽ ആ നടുവിലേക്ക് ഒരുക്കുകയും ദൈവത്തിന്റെ ശക്തിയുടെ വ്യാപാരം വെളിപ്പെടട്ടെ. അഭിഷേകത്തോടെ ഈ രാത്രികാലം പ്രാർത്ഥിക്കുന്നു. ഈ പ്ലാറ്റ്ഫോം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ആമേൻ. ജോയ്സ് ജേക്കബ് കർത്താവിന്റെ ദാസി ഏറ്റവും മാനിച്ചാട്ടെ. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു ദൈവപ്രവൃത്തി, ആമേൻ, ദൈവമഹത്വം വെളിപ്പെടട്ടെ. കർത്താവേ, ഈ അന്ത്യകാലഘട്ടത്തിൽ ഒരു കൂട്ടം ജനത്തെ തന്നിലൂടെ എഴുന്നേൽപ്പിക്കപ്പെടട്ടെ. യാത്രകൾ ഓപ്പൺ ആകട്ടെ. ലിറ്റിൽ സുരേഷ് ആ ഫാമിലിക്കകത്ത് ദൈവീയ വിടുതലുകൾ വെളിപ്പെടട്ടെ. ദൈവീയ സൗഖ്യമുണ്ടാകട്ടെ. മാനസിക മണ്ഡലങ്ങൾക്കകത്ത് ചില വിടുതലുകൾ ഉണ്ടാകട്ടെ. ലാൻഡിന്റെ അകത്ത് ചില ദൈവപ്രവർത്തികൾ ഉണ്ടാകട്ടെ. ചിലതൊക്കെയും പൂർത്തീകരിക്കത്തില്ലെന്ന് പറഞ്ഞ്, ചിലതൊക്കെയും ഒരിക്കലും തുറക്കത്തില്ലെന്ന് പറഞ്ഞ്, ചിലതൊന്നും നിനക്ക് അനുഗ്രഹമാകത്തില്ലെന്ന് പറയുന്ന ചില വാക്കുകളെ ആത്മാവിൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്യാണ്. ദൈവത്തിന്റെ കരം ഈ രാത്രികാലം ശക്തമായി വെളിപ്പെട്ടു വന്നതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എന്റെ സമയം ഇവിടെ തീർന്നു. ആമേൻ.